ഹായ് സ്റ്റുഡൻസ്, അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിലെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ ടോപ്പിക്സ് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 2 സെക്ഷൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പോർഷൻസിനെ ഡിവൈഡ് ചെയ്യാം. അതിൽ ആദ്യത്തെ സെക്ഷനകത്ത് മാനേജ്മെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്താണ്, ഏതൊക്കെയാണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എല്ലാം വരുന്നത്, ഇതെല്ലാം നമുക്ക് ഒരു സെക്ഷനിൽ നമുക്ക് ഡീൽ ചെയ്യാം. അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ അവിടെ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്, നമ്മുടെ മാനേജ്മെൻറ്റ് പല തരത്തിലുള്ളത്, അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, പിന്നെ കുറച്ച് ജനറൽ ടോപ്പിക്സ്. ഇങ്ങനെയാണ് നമ്മുടെ മൊത്തം +2 ബിസിനസ് സ്റ്റഡീസിന് സിലബസ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാ ചാപ്റ്റേഴ്സും നോക്കുവാണെങ്കിലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ നമുക്ക് പഠിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററുമാണ്, നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളൊരു ചാപ്റ്ററുമാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്താണ്, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ നേച്ചർ എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ്. നേച്ചർ എന്ന് വെച്ചാൽ എന്താണ്, അതിനൊരു സ്വഭാവം. അതുപോലെ സിഗ്നിഫിക്കൻസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, അതിന്റെ പ്രാധാന്യം. അപ്പൊ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് എന്ത്, ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വാക്ക്. അപ്പൊ ഈ മാനേജ്മെന്റ് പറയുന്ന ഒരു കോൺസെപ്റ്റിന് എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ, എന്തൊക്കെയാണ് അതിന്റെ സ്വഭാവ രീതി, എന്തുകൊണ്ടൊക്കെയാണ് മാനേജ്മെന്റ് പ്രാധാന്യമുള്ളത്, ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് സബ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് ഇതിനകത്ത് വരും, നമുക്ക് മാനേജ്മെന്റ് മീനിങ് പഠിക്കാനുണ്ട്, മാനേജ്മെന്റ് ഫീച്ചേഴ്സ് പഠിക്കാനുണ്ട്, ഇമ്പോർട്ടൻസ്, നേച്ചർ, മാനേജ്മെന്റ് ഏതൊക്കെ ലെവൽസ് ഉണ്ടെന്ന് പഠിക്കാനുണ്ട്, മാനേജ്മെന്റ് ഫങ്ഷൻസ് പഠിക്കാനുണ്ട്, അതുപോലെ കോർഡിനേഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്ത് പോകണം, ഡിസ്കസ് ചെയ്ത് പോകണം. അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യം മനസ്സിലാക്കി നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് മീനിങ്ങിലേക്ക് കടന്നാലോ. നോക്കിയേ, നമ്മുടെ മാനേജ്മെന്റ് മീനിങ് എന്താണെന്നാണ് ആദ്യമേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് getting things done through others with the aim of achieving desired common goals effectively and efficiently. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. കണ്ടു, ടീച്ചർ ഇത് ബോൾഡ് ആക്കി ഇട്ടിട്ടുണ്ട്. പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ആക്ഷൻ ആണ്. മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരു കാര്യം കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല, ഒരു സീരീസ് ഓഫ് ആക്ഷൻ ഫോളോ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. എന്താണ് ഈ മാനേജ്മെന്റ് സംഭവിക്കുന്ന കാര്യം, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. ഇവിടെ മാനേജർ ചെയ്യുന്ന കാര്യം എന്താണ്, മാനേജർ നേരിട്ട് ജോലി ചെയ്യുകയല്ല, മാനേജർ എന്ത് ചെയ്യുകയാണ്, തൻ്റെ കീഴിലുള്ള ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ്. ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. ഇപ്പം ഞാനൊരു കമ്പനിയിലെ മാനേജർ ആണെങ്കിൽ എൻ്റെ കീഴിലുള്ള വർക്കേഴ്സിനെയും കൂടി ഞാൻ എന്ത് ചെയ്യുന്നു, ടാർഗറ്റ് അച്ചീവ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ ജോലി ചെയ്യിപ്പിക്കുന്നു. അതിനെയാണ് എൻ്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ മാനേജർ ചെയ്യുന്ന കാര്യത്തിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അത് എങ്ങനെ ആയിരിക്കണം, with the aim of achieving desired common goals. നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തുണ്ട്, കുറച്ച് കോമൺ ഗോൾസ് ഉണ്ട്, അല്ലെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇതൊക്കെ ഫുൾഫിൽ ചെയ്യണമെന്ന് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യിക്കാൻ വേണ്ടിയാണ് മാനേജർ എന്ത് ചെയ്യിക്കുന്നത്, മറ്റാൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത്. ഇനി എങ്ങനെ വേണം ജോലി ചെയ്യിക്കാൻ, എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. ഈ 2 വാക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ച് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി, ഇത് രണ്ടും നമുക്ക് കേൾക്കുമ്പോൾ ഒരേപോലാണെന്ന് തോന്നും, പക്ഷെ എന്തുണ്ട്, ഈ 2 വാക്കുകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നോക്കിയേ, എഫക്റ്റീവ്നെസ് മീൻസ് അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഗോൾസ്. നമുക്ക് ചെയ്യേണ്ട കാര്യം ചെയ്ത് തീർത്താൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും, എഫക്റ്റീവ്നെസ് എന്ന് പറയും. ഇപ്പോൾ എനിക്ക് ഈ മാസം 500 കേക്ക് പ്രൊഡ്യൂസ് ചെയ്യണം, അതാണ് എൻ്റെ ഒരു ടാർഗറ്റ്. ഞാനൊരു കേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറിയിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് 500 കേക്ക്സ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ 500 എന്ന് പറഞ്ഞ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ അതിനെ എന്തെന്ന് പറയാം, എഫക്റ്റീവ്നെസ് എന്ന് പറയാം. നമ്മുടെ ഗോൾസ് എന്താണോ അതിനെ അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ അത് നമ്മൾ എന്തെന്ന് പറയും, എഫക്റ്റീവ്നെസ് എന്ന് പറയും. അപ്പോൾ എന്തായിരിക്കും എഫിഷ്യൻസി എന്ന് പറയുന്നത്, എഫിഷ്യൻസി മീൻസ് അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നത് തന്നെയാണ്, പക്ഷെ എങ്ങനെയാണ്, അറ്റ് മിനിമം കോസ്റ്റ് ത്രൂ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമുക്ക് ചെയ്യേണ്ട കാര്യം, ഇപ്പം 500 കേക്കാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതാണ് നമ്മുടെ ഗോൾ എങ്കിൽ ഈ 500 കേക്ക് എങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, ഏറ്റവും കുറഞ്ഞ കോസ്റ്റിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന ഗോൾസ് അച്ചീവ് ചെയ്യാം. അങ്ങനെ അച്ചീവ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് എന്ത്, എഫിഷ്യൻസി. മനസ്സിലായോ?
വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. നമുക്ക് കേൾക്കുമ്പോൾ രണ്ട് വാക്കും സിമിലർ ആണെന്ന് തോന്നും, എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും. എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി, നമ്മൾ പറയുന്ന സമയത്തിനുള്ളിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ അത് എന്താണ്, എഫക്റ്റീവ്നെസ് ആണ്. പക്ഷെ അതേ സംഭവം തന്നെ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് പറയും, എഫിഷ്യൻസി എന്ന് പറയും. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഒരു കമ്പനിയുടെ ടാർഗറ്റഡ് പ്രൊഡക്ഷൻ എത്രയാണ്, 2000 യൂണിറ്റ്സ് പെർ ഇയർ ആണ്. ഒരു കമ്പനി ആ വർഷം 2000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ദ മാനേജർ ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് 2000. മാനേജർക്ക് എന്ത് ചെയ്തു, ആ പറയുന്ന 2000 യൂണിറ്റ്സ് മാനേജർ എന്ത് ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മാനേജർക്ക് കഴിഞ്ഞു, ഏബിളായി. അതായത് ടാർഗറ്റ് എന്ത് ചെയ്തു, അച്ചീവ് ചെയ്തു. പക്ഷെ എന്താ സംഭവിച്ച കാര്യം, ബട്ട് ഹയർ പ്രൊഡക്ഷൻ കോസ്റ്റ്. മാനേജർ ടാർഗറ്റ് അച്ചീവ് ചെയ്തു, പക്ഷെ ഇവിടെ സംഭവിച്ച കാര്യം എന്താണ്, ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്തു, കൂടി. അപ്പം നമ്മൾ പറഞ്ഞു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ എന്താണ്, അയാൾ എഫക്റ്റീവ് ആണ്. പക്ഷെ ഇയാൾ കോസ്റ്റ് കുറവായിട്ടാണോ ടാർഗറ്റ് അച്ചീവ് ചെയ്തത്, അല്ലല്ലോ. അപ്പോൾ ഇവിടെ കോസ്റ്റ് കൂടുതലായിട്ടാണ് എന്ത് ചെയ്യാൻ സംഭവിച്ചത്, ടാർഗറ്റിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ മാനേജർ എഫക്റ്റീവ് ആണ്. കാരണം എന്താണ്, അയാൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തു, പക്ഷെ അയാൾ എന്തല്ല, എഫിഷ്യൻ്റ് അല്ല. കാരണം എഫിഷ്യൻ്റ് ആയിരുന്നെങ്കിൽ എങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമായിരുന്നു, കുറഞ്ഞ കോസ്റ്റിൽ അവൈലബിൾ റിസോഴ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യണമായിരുന്നു, ടാർഗറ്റ് അച്ചീവ് ചെയ്യണമായിരുന്നു. അതാണ് എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമുക്ക് എക്സാമിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഇതിൽ മാനേജർ എഫക്റ്റീവ് ആണോ എഫിഷ്യൻ്റ് ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ കാര്യം മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ചെറിയൊരു അതിൻ്റെ ഒരു ഡിഫറൻസ് നോക്കി പോകാം. നോക്കിയേ, നമുക്ക് പോയിന്റ് ആയിട്ട് നോക്കാം. നേരത്തെ നമ്മൾ കോൺസെപ്റ്റ് പറഞ്ഞു, ഇപ്പോൾ കുറച്ച് പോയിന്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദി കംപ്ലീഷൻ ഓഫ് വർക്ക്. ഏതാണ് എഫക്റ്റീവ്നെസ്? എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ജോലി ചെയ്ത് തീർക്കുക. ഇപ്പോൾ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ആ ടാർഗറ്റ് എങ്കിൽ ഈ 1000 യൂണിറ്റ്സ് പറഞ്ഞ സമയത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ എഫക്റ്റീവ് ആണ്. ഇനി നോക്കിയാൽ എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് റെഫേഴ്സ് ടു ദ കംപ്ലീഷൻ ഓഫ് ടാസ്ക് കറക്റ്റ്ലി വിത്ത് മിനിമം കോസ്റ്റ് ആൻഡ് വേസ്റ്റേജ്. 1000 യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യുകയും വേണം. അതെങ്ങനെയും ആയിരിക്കണം, മിനിമം കോസ്റ്റിലും വേസ്റ്റേജിലും, അധികം വേസ്റ്റേജ് വരാതെയും പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ആ കോൺസെപ്റ്റ് നമ്മൾ എന്താണ്, എഫിഷ്യൻസിയാണ് കേട്ടോ. ഇനി അടുത്തൊരു ഡിഫറൻസ് നോക്കിയാലോ. ഇറ്റ് റിലേറ്റ് വിത്ത് ദി അച്ചീവ്മെന്റ് ഓഫ് എൻഡ് റിസൾട്ട്. ഇത് എന്ത് മാത്രമേ നോക്കുന്നുള്ളൂ, നമ്മളൊരു മാനേജർ എഫക്റ്റീവ് ആണോ എന്ന് നോക്കാൻ എന്ത് മാത്രമേ നോക്കുന്നുള്ളൂ, എൻഡ് റിസൾട്ട്. അതായത് അയാൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഇത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ നോക്കുന്നുള്ളൂ. ഫൈനൽ റിസൾട്ട് എന്താണോ അതിൽ മാത്രമായിരിക്കും നമ്മുടെ ഫോക്കസ്. പക്ഷെ ഇവിടെ എന്താണ്, ഇറ്റ് റിലേറ്റ് വിത്ത് ദി യൂട്ടിലൈസിങ് മിനിമം റിസോഴ്സസ് ഫോർ ഗെറ്റിംഗ് മാക്സിമം റിസൾട്ട്. നമ്മൾ കുറഞ്ഞ റിസോഴ്സ് ഉപയോഗിച്ച്, അതിപ്പോൾ കോസ്റ്റ് ആയിക്കോട്ടെ മാൻ പവർ ആയിക്കോട്ടെ, കുറഞ്ഞ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏതിലെ ഫോക്കസ് എന്ന് പറയുന്നത്, എഫിഷ്യൻസിയിലെ ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് നമുക്ക് നോക്കാം. പ്രൊഡ്യൂസിങ് ടാർഗറ്റഡ് പ്രൊഡക്ഷൻ ഓൺ ടൈം ഈസ് എ സൈൻ ഓഫ് എഫക്റ്റീവ്നെസ്. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ആയിരിക്കും ചോദിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഓൺ ടൈമിൽ പറഞ്ഞ സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ സൈനാണ്, എഫക്റ്റീവ്നെസ്സിൻ്റെ സൈനാണ്. ഇവിടെ എന്താണ്, പ്രൊഡ്യൂസിങ് ടാർഗറ്റഡ് പ്രൊഡക്ഷൻ അറ്റ് ഇസ് മിനിമം കോസ്റ്റ്. കോസ്റ്റ് എന്നൊരു വാക്ക് നമ്മുടെ സിറ്റുവേഷനകത്ത് ഉണ്ടെങ്കിൽ, അതും മിനിമം കോസ്റ്റ് എന്ന വാക്കുണ്ടെങ്കിൽ അത് ഏതിൻ്റെ സൈനാണ്, എഫിഷ്യൻസിയുടെ സൈനാണ്. അപ്പം നമ്മുടെ മീനിങ് ആണ് പറഞ്ഞു തുടങ്ങിയത്. മാനേജ്മെൻറ്റിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞപ്പോൾ അതിനകത്ത് വന്ന 2 ടേംസ് ആയിരുന്നു. ഏതെന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്, എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ എഫക്റ്റീവും എഫിഷ്യൻസിയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ പറഞ്ഞ കാര്യം പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കുക. അത് ചെയ്ത് തീർന്നിട്ടുണ്ടെങ്കിൽ അയാൾ എന്താണ്, അയാൾ എഫക്റ്റീവാണ്. എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്തായിരിക്കും, പറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞ കാര്യം ഏറ്റവും കുറഞ്ഞ കോസ്റ്റിലും കുറഞ്ഞ വേസ്റ്റേജിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾ ആരായിരിക്കും, അയാൾ എഫിഷ്യൻ്റ് ആയിരിക്കും. ഇതാണ് പ്രധാനമായിട്ടും ഏത് തമ്മിലുള്ള വ്യത്യാസം, എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും തമ്മിലുള്ള വ്യത്യാസം. ഇത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു മേഖലയെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഒരു സിറ്റുവേഷൻ കാണും, അതിനകത്ത് മാനേജർ എങ്ങനെയുള്ള ആളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറയും, നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കും. അടുത്തതിലേക്ക് പോകാമല്ലോ. നോക്കിയേ, അടുത്ത് നമ്മൾ മീനിങ് കഴിഞ്ഞു. മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു മാനേജ്മെന്റ്? നമ്മൾ ചുരുക്കം പറഞ്ഞാൽ മാനേജർ ചെയ്യുന്ന ജോലിയാണ് എന്തെന്ന് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറഞ്ഞു. വാട്ട് എവർ മാനേജർ ഡസ് ഈസ് കോൾഡ് മാനേജ്മെന്റ്. അപ്പം മാനേജർ എന്താ ചെയ്യുന്നത്,
മാനേജർ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്ത് ചെയ്യുമായിരുന്നു? എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കോമൺ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെയും കൊണ്ട് പണിയെടുപ്പിക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന എന്താണ്? ഈ പറഞ്ഞ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ സവിശേഷതകൾ എന്താണ്? നമുക്ക് ക്വസ്റ്റ്യനായിട്ട് ചിലപ്പോൾ ഇത് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ വേറൊരു പേരിൽ എന്ത് ചെയ്യാം? നമുക്ക് ചോദിക്കാം. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? നോക്കാനായിട്ട് പോകുന്നത്. നോക്കിയേ, അതിലൊന്നാമത്തെ ഫീച്ചറാണ് എന്ത്? ഗോൾ ഓറിയന്റഡ് പ്രോസസ്. ഗോൾ എന്ന് വെച്ച വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും? നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്ക് മുമ്പിൽ ഒരു ലക്ഷ്യം വേണം, ഇല്ലേ? ആ ലക്ഷ്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ഗോൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കമ്പനിയിൽ 5 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ 5 ആൾക്കാരും വർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? കമ്പനിയുടെ ഈ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം എന്ത് ചെയ്യുന്നത്? ഈ 5 ആൾക്കാരും വർക്ക് ചെയ്യുന്നത്. ഈ 5 പേരുടെയും എഫേർട്ട് എന്തിനു വേണ്ടിയായിരിക്കണം? ഈ കമ്പനിയുടെ കോമൺ ഗോൾ. അതിപ്പം ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വർഷത്തിലൊരു ഇത്ര യൂണിറ്റ്സ് പ്രൊഡക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത്ര വർഷം കൊണ്ട് ഇന്നൊരു പൊസിഷനിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കാം. അപ്പോൾ എന്താണോ നമ്മുടെ കമ്പനിയുടെ മെയിൻ ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്, അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് കമ്പനിയിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യേണ്ടത്? പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എന്തിനെ ആശ്രയിച്ചുള്ള ഒരു പ്രോസസ്സാണ്, അല്ലെ എന്തിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രോസസ്സാണ്? ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രോസസ്സാണ്. ഈ ഒരു ഗോള് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? നമ്മുടെ പ്ലാൻസും നമ്മുടെ പോളിസീസും ഒക്കെ കമ്പനി എന്ത് ചെയ്യാനായിട്ട്? ഫ്രെയിം ചെയ്തെടുക്കാനായിട്ട്. മനസ്സിലായല്ലോ? എല്ലാ കമ്പനിക്കും എന്ത് കാണും? ഒരു കോമൺ ഒബ്ജക്റ്റീവ്, അല്ലെ ഒരു ഗോള് കാണും. അച്ചീവ് ചെയ്യേണ്ട ഒരു കോമൺ ഒബ്ജക്റ്റീവ് കാണും. ഈ ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യേണ്ടത്? മാനേജ്മെന്റിൽ നമ്മൾ എല്ലാ ആൾക്കാരുടെ എഫേർട്സിനെ നമ്മൾ ഒന്നിച്ച് കൊണ്ടുപോകേണ്ടത്. അതാണ് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, ഗോൾ ഓറിയന്റഡ് പ്രോസസ്. മാനേജ്മെന്റിൽ എപ്പോഴും ഒരു ഗോൾ ഉണ്ട്. ഒരു ഗോൾ ഇല്ല എങ്കിൽ മാനേജ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇന്ന കാര്യം അച്ചീവ് ചെയ്യണം എന്നൊരു ഗോൾ നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് മാനേജ് ചെയ്യുന്നത്? അപ്പോൾ അതിന്റെ ആവശ്യമേ അവിടെ വരുന്നില്ല. അപ്പോൾ ഗോളിനെ ആശ്രയിച്ചാണ്, അല്ലെ ഗോളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് മാനേജ്മെന്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തെ എന്താണ്? പെർവാസീവ്. പെർവാസീവ് എന്ന വാക്കിന് വേറൊരു മീനിങ് കൂടെ ഉണ്ട്, അല്ലെ വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. എന്താണ്? യൂണിവേഴ്സൽ എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. നമ്മുടെ മാനേജ്മെന്റ് സ്വഭാവം, അല്ലെ മാനേജ്മെന്റ് ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് എന്ത്? മാനേജ്മെന്റ് പെർവാസീവ് ആണ്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പലതരത്തിലുള്ള കമ്പനീസ് ഉണ്ട്, ഇല്ലേ? ഗവൺമെന്റ് കമ്പനീസ് ഉണ്ട്, പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട്, അതുപോലെ പലതരത്തിലുള്ള ഓർഗനൈസേഷൻ ഉണ്ട്. ഹോസ്പിറ്റൽ ഉണ്ട്, നമുക്ക് സ്കൂൾസ് ഉണ്ട്, കമ്പനീസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഏത് കമ്പനി ആണെങ്കിലും, അല്ലെ ഏത് സെക്ടർ ആണെങ്കിലും, ഗവൺമെന്റ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ടോപ്പ് ലെവൽ ആയിക്കോട്ടെ ലോവർ ലെവൽ ആയിക്കോട്ടെ, എല്ലായിടത്തും യൂണിവേഴ്സലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ത്? മാനേജ്മെന്റ്. എല്ലായിടത്തും എന്ത് വേണം? മാനേജ്മെന്റ് വേണം. അല്ലാതെ ഞങ്ങൾ ഗവൺമെന്റ് ആണ്, ഞങ്ങൾക്ക് മാനേജ്മെന്റ് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമുക്ക് കൈ ഒഴിയാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ ഞങ്ങൾ നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ്, ഞങ്ങൾക്ക് മാനേജ്മെന്റ് വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഏതൊക്കെ സ്ഥാപനമാണെങ്കിലും അത് അതിന്റെ ഓണർഷിപ്പിനെ നമ്മൾ നോക്കണ്ട, അതിന്റെ സൈസ് നമ്മൾ നോക്കണ്ട, അതിന്റെ രാജ്യം പോലും നമ്മൾ നോക്കണ്ട. ഇന്ത്യയിൽ ഒരു കമ്പനിക്ക് മാനേജ്മെന്റ് വേണമെങ്കിൽ അതേപോലെ ജർമ്മനിയിലുള്ള ഒരു കമ്പനിക്ക് എന്ത് തന്നെ വേണം? ആ കമ്പനി മുന്നോട്ട് പോകാനും മാനേജ്മെന്റ് എന്താണ്? വളരെ അത്യാവശ്യമാണ്. അപ്പം മാനേജ്മെന്റ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെന്റ് ഈസ് പെർവാസീവ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഈസ് യൂണിവേഴ്സൽ. എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ, അല്ലെ സർവ്വവ്യാപിയാണ്. എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അല്ലെ എല്ലായിടത്തും എന്തുണ്ട്? ഈ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതാണ് പെർവാസീവ് എന്ന വാക്കിന്റെ അർത്ഥം. ഇനി മൂന്നാമത്തെ എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോസസ്, മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? നമ്മൾ മീനിങ് പറഞ്ഞിരുന്നത്, ഇല്ലേ? ഇത് എങ്ങനത്തെ പ്രോസസ്സാണ്? കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താണ്? സീരീസ് ഓഫ് ആക്ഷൻ ആണ്. ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ അതിനെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അതിനെന്തുണ്ട്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു പോകാനുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഒരു പ്രോസസ്സ് എന്ന് പറയും. അതുപോലെ മാനേജ്മെന്റിലും എന്തുണ്ട്? ഓരോ കാര്യങ്ങളും ഒന്നിന് പുറകെ ഒന്നായിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? നമ്മൾ ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത പാഠങ്ങളിൽ നമ്മൾ പഠിക്കും. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ഒരു പ്രക്രിയ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്? കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ എന്ത് പ്രോസസ്സ് എന്ന് പറയുന്നത്? കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു മാനേജ്മെന്റ് ഫംഗ്ഷൻ കഴിഞ്ഞു, ഉടനെ അടുത്തത് വരും, അത് കഴിയുമ്പോൾ ഉടനെ അടുത്തത് ചെയ്യണം. ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഒരു സൈക്കിൾ പോലെ ചുറ്റിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് മാനേജ്മെന്റ് എന്ത് പ്രോസസ്സാണ്? മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇപ്പൊ നമ്മൾ 3 ഫീച്ചേഴ്സ് പറഞ്ഞു. ഏതൊക്കെയാണ് 3 ഫീച്ചേഴ്സ്? ഒന്ന് ഗോൾ ഓറിയന്റഡ് പ്രോസസ്സാണ്, 2 പെർവാസീവ് ആണ്, 3 കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്തായിരുന്നു ഗോൾ ഓറിയന്റഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ?
നമ്മൾ മാനേജ്മെന്റ് എപ്പോഴും എന്തായിരിക്കും മാനേജ്മെന്റ് പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്? അവരുടെ കോമൺ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട, അവരുടെ എക്സിസ്റ്റൻസിന് തന്നെ കാരണം എന്താണ്? ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ ഫീച്ചർ എന്തായിരുന്നു? പെർവാസീവ്. പെർവാസീവ് എന്ന് വെച്ചാൽ എന്താണ്? സർവ്വവ്യാപി. അതായത് നമ്മുടെ ബിസിനസ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ഓണർഷിപ്പ് പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും, അതിൻ്റെ നേച്ചർ വേറെ ആണെങ്കിലും, അത് രാജ്യം വേറെ ആണെങ്കിലും, നമുക്ക് എല്ലായിടത്തും എന്ത് ആപ്ലിക്കബിൾ ആണ്? മാനേജ്മെന്റ് നമുക്ക് ആപ്ലിക്കബിൾ ആണ്. മൂന്നാമത് പറഞ്ഞ കാര്യം എന്താണ്? മാനേജ്മെന്റിലെ ഫംഗ്ഷൻസ് എല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എന്ത് പ്രോസസ്സാണ്? കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് നമ്മൾ പറയും. ഈ 3 പോയിന്റ്സ് ക്ലിയർ ആയല്ലോ? നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, അടുത്ത ഫീച്ചറാണ് എന്ത്? ഗ്രൂപ്പ് ആക്ടിവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കമ്പനി വർക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ ഒന്നിൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ട് ഇല്ലേ? ചിലപ്പോൾ 100 എംപ്ലോയീസ് കാണും, അല്ലെങ്കിൽ 50 എംപ്ലോയീസ് കാണും, അല്ലെങ്കിൽ 10 എംപ്ലോയീസ്, അങ്ങനെ കുറച്ച് എംപ്ലോയീസ് നമുക്ക് കാണും. ഈ 10 എംപ്ലോയീസും അവരവരുടെ ഇഷ്ടത്തിന് കാര്യം ചെയ്താൽ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 10 ആൾക്കാരെ നമ്മൾ ഒന്നിച്ചു കൊണ്ടുവന്ന് ഈ 10 ആൾക്കാരുടെ ഫോക്കസ് എന്തിലേക്കായിരിക്കണം? ഒരു കോമൺ ഗോളിലേക്ക് ആയിരിക്കണം. അപ്പം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരൊറ്റ വ്യക്തി മാത്രമായിട്ട് നടത്തുന്ന കാര്യമല്ല. ഇതെന്താണ്? ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ഒരുപാട് ആൾക്കാർ എന്തുണ്ട് അതിനകത്തുണ്ട്. ആ ആൾക്കാരെല്ലാം കൂടി ഒരുമിപ്പിച്ചുകൊണ്ട് യൂണിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അതുകൊണ്ട് മാനേജ്മെന്റ് എങ്ങനത്തെ ആക്ടിവിറ്റിയാണ്? ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി അല്ല, പകരം എന്ത് ആക്ടിവിറ്റിയാണ്? ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. നെക്സ്റ്റ് വൺ എന്താണ്? ഡൈനാമിക് ഫംഗ്ഷൻ. ഡൈനാമിക് എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും? നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ള വാക്കല്ലേ, നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു വാക്കാണ് ഡൈനാമിക് എന്ന് വെച്ചാൽ എന്തായിരിക്കും? മാറിക്കൊണ്ടേയിരിക്കുന്നു ഇല്ലേ? ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഏത് വാക്കിന്റെ അർത്ഥം? ഡൈനാമിക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഇപ്പം നമ്മൾ ഒരു ബിസിനസ് നമ്മുടെ നാട്ടിൽ നമ്മൾ തുടങ്ങിയെന്ന് വിചാരിക്കാം. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും ഇല്ലേ? ഉദാഹരണം പറയുകയാണെങ്കിൽ ടെക്നോളജി ഡേ ബൈ ഡേ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ടെക്നോളജിയിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്ത് വരാം? നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഗവൺമെന്റ് റൂൾ ചെയ്യുന്ന ഗവൺമെന്റ് മാറി, അല്ലെങ്കിൽ നമ്മുടെ റൂളിംഗ് പാർട്ടി മാറി വന്നു. അപ്പോൾ എന്ത് വരാം? നമ്മുടെ ബിസിനസ്സിന്റെ പോളിസീസിലൊക്കെ എന്ത് വരാം? പുതിയ ഗവൺമെന്റ് പുതിയ പോളിസീസൊക്കെ ഇറക്കുമ്പോൾ നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തതിലൊക്കെ എന്ത് വരാം? വ്യത്യാസങ്ങൾ വരാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അഫക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ് എങ്ങനത്തെ ഫംഗ്ഷനാണ്? ഡൈനാമിക് ഫംഗ്ഷൻ. മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കണം എന്ത്? നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഡൈനാമിക് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് വാക്ക് എന്താണെന്ന് അറിയാമോ? അതിൻ്റെ ഓപ്പോസിറ്റ് വാക്കാണ് സ്റ്റാറ്റിക്. അതായത് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. മാനേജ്മെന്റ് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒന്നല്ല. മാനേജ്മെന്റ് എപ്പോഴും എന്തിന് വിധേയപ്പെട്ടിരിക്കുകയാണ്? ചേഞ്ചസിന് വിധേയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാനേജ്മെന്റ് എങ്ങനത്തെ ഫംഗ്ഷനാണ്? ഡൈനാമിക് ഫംഗ്ഷനാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എപ്പോഴും നമ്മൾ എന്തിലേക്ക് വെച്ചുകൊണ്ട് എന്തിൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം? ചേഞ്ചസ് വന്നാൽ അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം? മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം എന്താണ്? നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ എൻവയോൺമെന്റ് എന്താണ്? ഡൈനാമിക് ആണ്. എപ്പോഴും ചേഞ്ചസ് വരുന്ന ഒരു എൻവയോൺമെന്റിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ബിസിനസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഡൈനാമിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. ഈ ഇൻടാഞ്ചിബിൾ എന്ന വാക്ക് നിങ്ങൾ കേട്ട് കാണുമല്ലോ. നമ്മൾ +1 അക്കൗണ്ടിങ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അസറ്റ്സ് ഒക്കെ എഴുതുമ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഒക്കെ എഴുതി ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? എന്തായിരിക്കും ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? നമുക്ക് കാണാൻ പറ്റത്തില്ല. നമുക്ക് അതിന്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അതിനെ കാണാനോ അത് പോയി ടച്ച് ചെയ്യാനോ ഒന്നും നമുക്ക് എന്ത് ചെയ്യത്തില്ല? നമുക്ക് പറ്റത്തില്ല. അപ്പം മാനേജ്മെന്റ് ഒരു പ്രത്യേകത എന്താണ്? മാനേജ്മെന്റ് അത്തരത്തിലുള്ള എന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്. അതായത് മാനേജ്മെന്റ് ഇതാണെന്ന് പറഞ്ഞാൽ നമുക്ക് പോയി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കാണാനോ തൊടാനോ ഒന്നും പറ്റത്തില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു മാനേജ്മെന്റിന്റെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഓർഗനൈസേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് നല്ല ഓർഡറിലാണ് നമ്മുടെ ഓർഗനൈസേഷനിലെ കാര്യങ്ങളെല്ലാം പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ പറയുന്ന മാനേജ്മെന്റ് എഫിഷ്യൻ്റ് ആണ് അല്ലെ എഫക്റ്റീവ് ആണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിൻ്റെ റിസൾട്ടിലൂടെ നമുക്കതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ മാനേജ്മെന്റിനെ കാണാനോ തൊടാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അതിൻ്റെ പ്രസൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് മാനേജ്മെന്റ് എന്ത് ഫോഴ്സ് ആണെന്ന് പറയുന്നത്? ഇറ്റ്സ് എ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം നമ്മൾ അടുത്ത 3 പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ് 3 പോയിന്റ്സ്? മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അത് ഒരു വ്യക്തി മാത്രമായിട്ട് ചെയ്യുന്ന കാര്യമല്ല. മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നമുക്ക് ഒരുപാട് വർക്കേഴ്സ് കാണും. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ എഫേർട്സ് എല്ലാം നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗോൾസ് അച്ചീവ് ചെയ്യുന്നത്. രണ്ടാമത്തെ എന്താണ്?
ഇതൊരു ഡൈനാമിക് ഫംഗ്ഷനാണ്. എന്ന് വെച്ചാൽ എന്താണ്, ചേഞ്ചസ് എപ്പോഴും വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു വട്ടം ഉണ്ടാക്കിയ പ്ലാൻസ് അല്ലെങ്കിൽ ഒരു വട്ടം ഉണ്ടാക്കിയ പോളിസീസിൽ റിജിഡായിട്ട് നമുക്ക് സ്റ്റബേൺ ആയിട്ട് നമുക്ക് നിൽക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം, ആ ചേഞ്ചസ് നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ പോളിസീസിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം, റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. മൂന്നാമത് പറഞ്ഞ കാര്യം എന്തായിരുന്നു, ഇറ്റ്സ് എ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. നമുക്ക് അതിൻ്റെ കാണാനോ ടച്ച് ചെയ്യാനോ ഒന്നും പറ്റത്തില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രസൻസ് നമുക്ക് അതിൻ്റെ റിസൾട്ട്സിലൂടെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് വൺ നോക്കാനായിട്ട് പോവുകയാണ്. മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. മൾട്ടി ഡയമെൻഷണൽ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ബഹുമുഖം എന്നൊക്കെ പറയത്തില്ലേ, അതായത് ഒരൊറ്റ ഡയമെൻഷൻ മാത്രമല്ല ഇതിനുള്ളത്, മാനേജ്മെൻറ്റിനുള്ളത്. മാനേജ്മെൻറ്റിന് പ്രധാനമായിട്ടും 3 ഡയമെൻഷൻസ് ആണുള്ളത്. 3 കാര്യങ്ങളാണ് മാനേജ്മെൻറ്റിൽ പ്രധാനമായിട്ടും മാനേജ് ചെയ്യുന്നത്. 1 മാനേജിങ് ഓഫ് വർക്ക്, 2 മാനേജിങ് ഓഫ് പീപ്പിൾ, 3 മാനേജിങ് ഓഫ് ഓപ്പറേഷൻസ്. ഈ 3 കാര്യങ്ങൾ ഒരേ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഏതൊക്കെയാണ് 3 ഡയമെൻഷൻസ്? മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻ. മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, ആ പേരിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്. ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ എന്തെങ്കിലുമൊക്കെ വർക്ക് കാണും ഇല്ലേ, ആൾക്കാരെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് വർത്താനം പറയാറില്ലല്ലോ, അവിടെ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാനായിട്ട് കാണും. ആ ടാസ്കിനെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് പോകുന്നു, നമ്മൾ ഒന്നിപ്പിച്ച് അല്ലെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മാനേജ്മെന്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും, നമ്മൾ വർക്ക് ചെയ്യുന്ന ആളാണ്, അവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാം മനുഷ്യരാണ് ഇല്ലേ. ഈ മനുഷ്യർക്കെല്ലാം പലവിധ സ്വഭാവങ്ങളായിരിക്കും, പലവിധ ഇമോഷൻസ് കാണും, പലരുടെയും ഇൻഡിവിജ്വൽ ഗോൾസ് ഒക്കെ വേറെ വേറെ ആയിരിക്കും. ഈ പറയുന്ന എല്ലാ ആൾക്കാരെയും നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് പോകണം, നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് പോകണം. അതാണ് എന്തെന്ന് പറയുന്നത്, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ എന്താണ്, മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ. ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം, അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, പർച്ചേസ് ആവാം, സെയിൽസ് ആവാം, അവിടെ നടക്കുന്ന പ്രധാന ഓപ്പറേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ മാനേജ് ചെയ്യുക. ഇങ്ങനെ 3 തലങ്ങളിലാണ് നമ്മൾ മാനേജ്മെന്റിന് നമ്മൾ നോക്കുന്നത്, ഡയമെൻഷൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഏതൊക്കെയാണ് 3 തലങ്ങൾ? മാനേജ്മെന്റ് ഓഫ് വർക്ക്, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻ. നമ്മൾ ഇനി മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഇത് 3ലും വരുന്ന ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലിയർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മാനേജ്മെന്റ് ഫീച്ചേഴ്സ് ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ മാനേജ്മെന്റ് ഫീച്ചേഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൽ ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫീച്ചറിൻ്റെ മീനിങ് തരും, എന്നിട്ട് ഇത് ഏത് ഫീച്ചറാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഏറെ പോയിന്റ്സ് തന്നിട്ട് ഇതിനകത്ത് ഫീച്ചർ അല്ലാത്തത് ഏത്, അല്ലെ ഫീച്ചർ ആയത് ഏത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണേ. അടുത്താണ് എന്ത്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ ഇതുവരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, നമ്മൾ മാനേജ്മെന്റ് എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു മാനേജ്മെന്റ്? മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിലൂടെ നടക്കുന്ന കാര്യം എന്താണ്, ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യിക്കുന്നു, നമ്മൾ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗോൾസും ഒബ്ജക്റ്റീവ്സും നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, അക്കംപ്ലിഷ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ച കാര്യം എന്തായിരുന്നു, ഈ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ എന്ത് പഠിച്ചു, നമ്മൾ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചു. എന്തൊക്കെയാണ് മാനേജ്മെന്റിന്റെ സവിശേഷതകൾ നമ്മൾ പഠിച്ചു. ഇനി പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എന്താണ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ ലക്ഷ്യങ്ങൾ. മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും മാനേജ്മെന്റിന് 3 ലക്ഷ്യങ്ങളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, രണ്ടാമത്തത് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, മൂന്നാമത്തത് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഇങ്ങനെ 3 ഹെഡ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസ്സിന്റെ ലക്ഷ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്ന ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങൾ പ്രവർത്തിക്കാനാണ് ബിസിനസ് എന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്നൊക്കെ നമുക്ക് നോക്കി പോകാം. ഇതും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ്സ് ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഇതേത് ഒബ്ജക്റ്റീവാണ് ഇതിലൂടെ പ്രതിപാദിക്കുന്നത്, അല്ല ഏത് ഒബ്ജക്റ്റീവാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ അവരെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അല്ല അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എവിടെയും പ്രതീക്ഷിക്കാം, ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തേതാണ് എന്തെന്ന് പറയുന്നത്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു കമ്പനി തുടങ്ങി, അല്ലെ ഞാനിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി. അപ്പം ഞാൻ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ എൻ്റെ പ്രധാനമായിട്ടും ഞാൻ തുടങ്ങുന്നത് എന്തിനു വേണ്ടിയായിരിക്കും, എനിക്ക്
എനിക്ക് ലാഭം കിട്ടാൻ അല്ലേ? ബിസിനസ് എപ്പോഴും തുടങ്ങുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? നമുക്ക് ലാഭം കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിനെ പ്രധാനമായിട്ടും നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എക്കണോമിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് ഏത് ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്? ഈ പറയുന്ന ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് സാമ്പത്തികമായിട്ട് വരുന്ന ആവശ്യങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് വഴി വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? നമുക്ക് നേടിയെടുക്കാനായിട്ട്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരും? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നമ്മുടെ എക്കണോമിക് നീഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഒന്ന് നമ്മുടെ അടുത്ത സ്ലൈഡിൽ കാണുന്നത്, നമുക്ക് അതിലേക്ക് പോകാം. എന്താണ്? സർവൈവൽ, 2 പ്രോഫിറ്റ്, 3 ഗ്രോത്ത്. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ബിസിനസ്സിൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്? സർവൈവൽ. ഞാനിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എൻ്റെ പ്രൈമറി ആയിട്ടുള്ള ആവശ്യം എന്തായിരിക്കും? ഈ ബിസിനസ് എങ്ങനെയും ഒന്ന് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകണം. എനിക്കൊന്ന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റണം. അതായിരിക്കും എന്തെന്ന് പറയുന്നത്? എൻ്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. എനിക്ക് അധികം ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ മുടക്കുന്ന പൈസ എനിക്ക് എന്ത് ചെയ്യണം? തിരിച്ചു കിട്ടണം. ഇത് മാത്രമായിരിക്കുമല്ലോ നമ്മുടെ ഉദ്ദേശം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സർവൈവൽ എന്ന് പറയുന്നത്. എനിക്ക് ആ ഒരു എൻവയോൺമെൻറ്റിൽ അല്ലെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റണം. ഇതാണ് എൻ്റെ ഒന്നാമത്തെ എക്കണോമിക് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്താണ്? നമ്മൾ ഓൾറെഡി ക്ലച്ച് പിടിച്ചു, നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് നമ്മുടേതായിട്ടൊരു സ്റ്റാൻഡ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. നമ്മൾ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത വേണ്ട കാര്യം എന്താണ്? നമുക്ക് പ്രോഫിറ്റ് വേണം, ഇല്ലേ? ഞാനിപ്പോൾ 10 രൂപയ്ക്ക് ഒരു സാധനം ഉണ്ടാക്കുവാണെങ്കിൽ 10 രൂപയ്ക്ക് തന്നെ വിറ്റ് എനിക്ക് പ്രോഫിറ്റ് കിട്ടുമോ? ഇല്ല. ഞാൻ അതേസമയം 12 രൂപയ്ക്ക് വിൽക്കുവാണെങ്കിൽ എനിക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും? 2 രൂപ എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ മാർക്കറ്റിൽ നമ്മളൊന്ന് പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ അല്ലെ സർവൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രോസസ്സ് അല്ലെ അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തിലേക്കായിരിക്കും? നമ്മൾ ഈ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിലായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഉണ്ടായ കോസ്റ്റിനേക്കാളും കുറച്ച് കൂടുതലൂടെ നമ്മൾ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്ട്സ് വിൽക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഇനി പ്രോഫിറ്റ് നമ്മൾ ഗെയിൻ ചെയ്തു. നമ്മൾ ആദ്യം നമ്മുടെ ബിസിനസ് തുടങ്ങി, നമ്മുടെ ബിസിനസ് ആദ്യം ഒന്ന് മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ആയി. നമ്മൾ രണ്ടാമത് എന്ത് ചെയ്തു? രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? അതിലൂടെ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി. ഇനി മൂന്നാമത് വേണ്ട കാര്യം എന്താണ്? ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്താണ്? എൻ്റെ ബിസിനസ് വളരണം. ഇപ്പോൾ എനിക്ക് നിലവിൽ ഒരു ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. എനിക്കിനി കേരളത്തിലെ 14 ജില്ലകളിൽ എന്ത് വേണം? 14 ബ്രാഞ്ച് തുടങ്ങണം. അങ്ങനെ അത്രയും വിപുലീകരിച്ച് എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ ബിസിനസ് വളർത്തിക്കൊണ്ട് പോകണം. അതാണ് എന്തെന്ന് പറയുന്നത്? എൻ്റെ മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ പ്രധാനമായിട്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്താണ് ഏത്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ്? ബിസിനസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യം. ഇത് കൂടാതെ ബിസിനസ് എന്ത് ചെയ്യാനേ പറ്റത്തില്ല, എക്സിസ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. ഏത് ബിസിനസ് തുടങ്ങുമ്പോഴും ഈ 3 ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ബിസിനസ് തുടങ്ങുന്നത്. എങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവരുടെ എക്കണോമിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഏതൊക്കെയാണ് ആ 3 ഒബ്ജക്റ്റീവ്സ്? സർവൈവൽ, പ്രോഫിറ്റ്, ഗ്രോത്ത്. ആദ്യം എനിക്ക് ഒരു പ്ലേസ്, എൻ്റേതായിട്ടൊരു പ്ലേസ് എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും? പയ്യെ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. പിന്നീട് ആ പ്രോഫിറ്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് എൻ്റെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ഡിസ്കവർ ചെയ്യുന്നു. ഇങ്ങനത്തെ 3 ഒബ്ജക്റ്റീവ്സ് ആണ് ഏതിൻ്റെ കീഴിൽ വരുന്നത്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൻ്റെ കീഴിൽ വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത എന്ത് ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു? സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മൾ ബിസിനസ് സ്ഥിതി ചെയ്യുന്നത് ഒരു സൊസൈറ്റിയിലാണ്, ഇല്ലേ? അല്ലാതെ ബിസിനസ് നമ്മൾക്ക് പാത്തൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഏതെങ്കിലും ഒരു ലൊക്കാലിറ്റി എടുത്ത് അവിടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബിസിനസ് ഒരു സൊസൈറ്റിയിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബിസിനസ്സിന് എന്തുണ്ട്? സൊസൈറ്റിയോട് കുറച്ച് കടമകളും കുറച്ച് ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്, ഇല്ലേ? അപ്പോൾ അതൊക്കെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഏത് ഒബ്ജക്റ്റീവ്സിനകത്ത് വരുന്നത്? നമ്മുടെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സിനകത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് ഏതൊക്കെ വരാം? ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് ഫെയർ പ്രൈസസ് ടു കൺസ്യൂമർ. കൺസ്യൂമേഴ്സിന് എന്ത് കൊടുക്കുക? ക്വാളിറ്റി ആയിട്ടുള്ള ഗുഡ്സും മറ്റ് സർവീസസും പ്രൊവൈഡ് ചെയ്യുക. എങ്ങനത്തെ പ്രൈസിൽ? ഫെയർ പ്രൈസിൽ, അധികം കത്തി വെക്കാതെ നമ്മൾ ന്യായമായ വിലയ്ക്ക് കൺസ്യൂമേഴ്സിന് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക. അതൊക്കെ ഏത് ഒബ്ജക്റ്റീവ്സിനകത്ത് വരുന്നതാണ്? സോഷ്യൽ ഒബ്ജക്റ്റീവ്സിനകത്ത് വരുന്നതാണ്. രണ്ടാമത്തെ എന്താണ്? ഹോണസ്റ്റ് ആൻഡ് പ്രോംപ്റ്റ് പേയ്മെന്റ് ഓഫ് ടാക്സസ് ടു ഗവൺമെന്റ്. ഗവൺമെന്റിന് എന്ത് കൊടുക്കുക? കൃത്യസമയത്ത് വെട്ടിലൊന്നും കാണിക്കാതെ കറക്റ്റ് ടാക്സ് കൊടുക്കുക. ഇതൊക്കെ ഏത് ഒബ്ജക്റ്റീവിനകത്ത് വരുന്ന കാര്യമാണ്? നമ്മുടെ സൊസൈറ്റിയോടുള്ള ഒബ്ലിഗേഷനകത്ത് വരുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ എന്താണ്?
എൻവയോൺമെന്റിനെ കൺസേർവ് ചെയ്യുക, അതുപോലെ എൻവയോൺമെന്റിലെ നാച്ചുറൽ റിസോഴ്സസിനെ എന്ത് ചെയ്യുക, കൺസേർവ് ചെയ്യുക. ഇപ്പം നിങ്ങൾ പലയിടത്തും പല സമരങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ? നമ്മളൊരു ബിസിനസ് അവിടെ തുടങ്ങുമ്പോൾ അവിടുത്തെ വെള്ളം നമ്മൾ മലിനമാക്കുന്നു, അല്ലെ മറ്റ് റിസോഴ്സസിനെ നമ്മൾ ഡിപ്ലീറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സമരങ്ങളൊക്കെ നടത്തിയ സിറ്റുവേഷൻസ് ഒക്കെ നമുക്കറിയാം ഇല്ലേ? അപ്പോൾ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ എൻവയോൺമെന്റിന് നമ്മുടെ ബിസിനസ് കൊണ്ടുണ്ടാകുന്ന ഹാം പരമാവധി കുറയ്ക്കാനും അതിലെ റിസോഴ്സസിനെ മാക്സിമം എന്ത് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം, കൺസേർവ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കണം. ഇനി നാലാമത്തെ എന്താണ്? ഗിവിങ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഇപ്പം ഞാൻ ബിസിനസ് തുടങ്ങുന്നത് ഇന്നൊരു സ്ഥലത്താണെങ്കിൽ ആ സ്ഥലത്തിൽ കുറച്ച് ആൾക്കാർക്ക് നമുക്ക് എന്ത് കൊടുക്കാം, ഇല്ല ആ സ്ഥലത്ത് പുറകോട്ട് നിൽക്കുന്ന കുറച്ച് വീക്കർ സെക്ഷനായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കാം, എൻ്റെ കമ്പനിയിൽ ജോലി കൊടുക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ലിവിങ് ഓഫ് സ്റ്റാൻഡേർഡ് ഉയർത്തിക്കൊണ്ട് വന്നിട്ട് നമുക്ക് സൊസൈറ്റി എന്ത് ചെയ്യാൻ പറ്റും, സൊസൈറ്റിക്ക് നല്ല ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് നല്ലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഏതിൻ്റെ എക്സാമ്പിളിനകത്ത് വരുന്നതാണ്? സോഷ്യൽ ഒബ്ജക്റ്റീവ്സിനകത്ത് വരുന്നതാണ്. ഇപ്പോൾ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കണം എന്തായിരിക്കണം, ബിസിനസ്സിന് സൊസൈറ്റിയോടുള്ള ഒബ്ലിഗേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അതാണ് ഏതെന്ന് പറയുന്നത്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് കാറ്റഗറിയാണ് എന്തെന്ന് പറയുന്നത്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്. പേഴ്സണൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? വ്യക്തിപരമായ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ബിസിനസ്സിൽ എന്തുണ്ട്, ഇപ്പം 5 വർക്കേഴ്സ് ആണെങ്കിൽ 5 പേർക്കും 5 ഗോൾസ് ഉണ്ട് ഇല്ലേ? 5 പേരും ജോലിക്ക് വരുന്നത് 5 ആവശ്യങ്ങളും ഉണ്ടായിരിക്കാം ഇല്ലേ? അങ്ങനെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ പരിഗണിക്കണം. അപ്പോൾ ഈ വ്യക്തിപരമായിട്ട് നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സിനെ നോക്കുമ്പോൾ അതിനകത്ത് എക്സാമ്പിൾ ഏതൊക്കെ വരാം? ഫെയർ റെമ്യൂണറേഷൻ ഓഫ് വർക്ക് പെർഫോം. നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് ന്യായമായ ശമ്പളം കിട്ടുക. രണ്ടാമത്തെ റീസണബിൾ വർക്കിംഗ് കണ്ടീഷൻ. നമ്മൾ വർക്ക് ചെയ്യുന്ന കണ്ടീഷൻ എങ്ങനെ ആയിരിക്കണം, സേഫ് ആയിരിക്കണം. അത് നമുക്കൊന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാം, നമുക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കാത്ത രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ എന്താണ്? ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ്, ഡെവലപ്മെന്റ് ആൻഡ് കരിയർ ഗ്രോത്ത്. ഞാനൊരു ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കേണ്ടത്, എൻ്റെ കരിയറിന് എനിക്ക് എന്തുണ്ടാവണം, ഒരു ഗ്രോത്തും ഒരു ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടാവണം. ഇല്ല ഞാൻ അന്ന് ഇരിക്കുന്ന പോലെ തന്നെ ഇപ്പോഴും ആണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ജോയിൻ ചെയ്ത സമയത്തെ എൻ്റെ സ്കിൽസ് പോലെ തന്നെയാണ് ഇപ്പോഴും എൻ്റെ സ്കിൽസ്, അല്ലെങ്കിൽ ജോയിൻ ചെയ്ത സമയത്തെ എൻ്റെ പെർസ്പെക്റ്റീവ് പോലെ തന്നെയാണ് ഇപ്പോഴും എൻ്റെ പെർസ്പെക്റ്റീവ്, എനിക്ക് പ്രത്യേകിച്ചൊരു വളർച്ച അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവാനായിട്ട് പാടില്ല. ഇപ്പം നമ്മൾ ഏത് ഓർഗനൈസേഷനിലാണെങ്കിലും ആൾക്കാരെ ഹയർ ചെയ്യുമ്പോൾ അവിടെ കൃത്യമായ സമയങ്ങളിൽ നമ്മൾ എന്ത് കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം. അവരുടെ തന്നെ കരിയറിൽ അവർ പ്രോസ്പർ ചെയ്യാനുള്ളൊരു അവസരം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ എന്താണ്, റീസണബിൾ സെക്യൂരിറ്റി ഓഫ് ബിസിനസ്. അതായത് നമുക്കൊരു ജോബ് സെക്യൂരിറ്റി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഫീൽ ചെയ്യണം. നമ്മൾ ആ കമ്പനി വർക്ക് ചെയ്യുന്ന ഓരോ നിമിഷവും നമുക്ക് ഇപ്പം എൻ്റെ ജോലി പോകും എന്ന് വിചാരിച്ച് വർക്ക് ചെയ്യാതെ നമുക്ക് അത്യാവശ്യം ഒരു ജോബ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ബിസിനസ്സിലെ കണ്ടീഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഏത് ഒബ്ജക്റ്റീവ്സിൻ്റെ കീഴിൽ വരുന്നതാണ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും 3 ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിനകത്ത് വരുന്നത് ഓർഗനൈസേഷൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ട, അല്ലെ എക്കണോമിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയുള്ള 3 കാര്യങ്ങളാണ്. അതെന്തൊക്കെയായിരുന്നു? സർവൈവൽ വരും, പ്രോഫിറ്റ് വരും, ഗ്രോത്ത് വരും. ഈ 3 കാര്യങ്ങളാണ് ഏതിനകത്ത് വരുന്നത്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിനകത്ത് വരുന്നത്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സിനകത്ത് വരുന്നത് എന്താണ്? സൊസൈറ്റിയോടുള്ള നമ്മുടെ ഡ്യൂട്ടീസ്, അതായത് സൊസൈറ്റിക്കോട് ഫോളോ ചെയ്യേണ്ട കുറച്ച് ഒബ്ലിഗേഷൻസ്, ഇതൊക്കെയാണ് നമുക്ക് ഏതിനകത്ത് വരുന്നത്, സോഷ്യൽ ഒബ്ജക്റ്റീവ്സിനകത്ത് വരുന്നത്. പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിനകത്ത് എന്ത് കാര്യങ്ങളാണ്? വർക്കേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അവർക്ക് ഫെയർ റെമ്യൂണറേഷൻ കൊടുക്കുക, അവർക്ക് സേഫ് വർക്കിംഗ് കണ്ടീഷൻസ് കൊടുക്കുക, അവർക്ക് കരിയർ ഗ്രോത്തിനുള്ള അവസരങ്ങൾ കൊടുക്കുക. ഇതൊക്കെ ഏതിനകത്ത് വരും? പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിനകത്ത് വരും. ഇത് ക്ലിയർ ആയല്ലോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ മീനിങ്, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റ് ആവശ്യം? അതിനെപ്പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ആദ്യത്തെ ഇമ്പോർട്ടൻസ് എന്താണ്? ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തുണ്ട്, കോമൺ ആയിട്ടൊരു ഗോളുണ്ട്. ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ആൾക്കാരും എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. അപ്പം നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് മാനേജ്മെന്റ് ഒന്നും നമ്മുടെ ഓർഗനൈസേഷനിൽ ഇല്ല, അല്ലെങ്കിൽ നമുക്കൊരു മാനേജർ ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമുക്ക് ഏൽപ്പിച്ച ജോലിയൊക്കെ ചെയ്യും, പക്ഷെ എന്താ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ഈ ഗ്രൂപ്പ് ഗോള് എഫിഷ്യൻ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽ വർക്കിനെ എല്ലാം റീകൺസൈൽ ചെയ്ത് ഒന്നിച്ച് കൊണ്ടുപോകണമെങ്കിൽ അവിടെ എന്ത് കൂടിയേ പറ്റൂ, മാനേജ്മെന്റ് കൂടിയേ പറ്റൂ.
അപ്പോൾ മാനേജ്മെന്റിന്റെ ഒന്നാമത്തെ ആവശ്യകത എന്താണ്? ഗ്രൂപ്പ് ഗോൾസ്. നമ്മുടെ കമ്പനിയുടെ കോമൺ ഒബ്ജക്റ്റീവോ ഗ്രൂപ്പ് ഗോൾ എന്താണോ അതെന്താണെന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഏത് കൂടിയേ പറ്റൂ? മാനേജ്മെന്റ് കൂടിയേ പറ്റൂ. രണ്ടാമത്തെ എന്താണ്? ഇൻക്രീസസ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾ ടാർഗറ്റ് പ്രൊഡക്ഷൻ എത്തുകയും വേണം. ഏത് കോസ്റ്റ് എന്ത് ചെയ്യണം? കോസ്റ്റ് കുറവായിട്ട് നമ്മൾ ടാർഗറ്റഡ് പ്രൊഡക്ഷനിൽ നമ്മൾ എത്തണം. ആ ഒരു രീതിയിലേക്ക് ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ആ ആൾക്കാരെ അതിലേക്കൊന്ന് ഒന്നിച്ച് കൊണ്ടുപോരാനായിട്ട് ആര് കൂടിയേ പറ്റൂ? മാനേജ്മെന്റും മാനേജറും ഒക്കെ കൂടിയേ പറ്റൂ. അതാണ് ഇൻക്രീസസ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. മൂന്നാമത് എന്താണ്? ക്രിയേറ്റ് ഡൈനാമിക് എൻവയോൺമെന്റ് വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ എൻവയോൺമെന്റ് എപ്പോഴും എന്താണ്? മാറിക്കൊണ്ടിരിക്കുക. എപ്പോഴും ചേഞ്ചസ് ഉണ്ടാകുന്ന എൻവയോൺമെന്റ് ആണ് എന്ത്? നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു പ്രധാന സ്വഭാവമാണ്, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ആൾക്കാരുടെ ഒരു പ്രധാന നേച്ചറാണ് എന്ത്? നമുക്ക് ചേഞ്ചസ് വന്നാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഏത് ചേഞ്ച് വന്നാലും നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യും. ഇല്ല, ആ ചേഞ്ച് പറ്റത്തില്ല എന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഫസ്റ്റ് മൂവ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? റെസിസ്റ്റൻസ് ആയിരിക്കും. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചാണെങ്കിൽ പോലും അവരിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ മാറി മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആദ്യമേ എന്തുണ്ടാവാം? ഈ പറഞ്ഞ എംപ്ലോയീസിനെല്ലാം എന്തുണ്ടാവാം? ഒരു റെസിസ്റ്റൻസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാം. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു മാനേജ്മെന്റോ ഒരു മാനേജറോ ഇല്ല എങ്കിൽ ഈ റെസിസ്റ്റൻസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അവർക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനും ഓരോ തവണ ചേഞ്ച് വരുമ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ ഒന്നിച്ച് പിടിച്ച് അതിൻ്റെ ആവശ്യകതയെപ്പറ്റി മനസ്സിലാക്കിയൊക്കെ എടുത്ത് ഒരു ഡൈനാമിക് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കാനും ഏത് വേണം? മാനേജ്മെന്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റും മാനേജർ എന്ന് പറയുന്ന ഒരാളും വേണം. അത് നിർബന്ധമായിട്ടും അതുകൊണ്ടേ പറ്റും. ഇനി എന്താണ്? ഹെൽപ്സ് ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് എക്സാമ്പിൾ ഇല്ലേ? സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞില്ലേ? അതിനകത്ത് പറഞ്ഞു എന്താണ്? കുറച്ച് പേർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്ന കാര്യം എന്താണ്? നമ്മുടെ സൊസൈറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് വർദ്ധിക്കും, അവരുടെ വരുമാനം കൂടും. അങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ എന്തുണ്ടാവാം? ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. അപ്പം മാനേജ്മെന്റ് ഇൻഡയറക്ട്ലി ആണെങ്കിൽ പോലും സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്യും, സൊസൈറ്റിയെ വളരാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ പറയുന്നത് എന്താണ്? ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ. പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരിക്കും? നമുക്ക് ജോലി ചെയ്താൽ എന്ത് കിട്ടണം? ഫെയർ റെമ്യൂണറേഷൻ കിട്ടണം, നമുക്ക് സേഫ് വർക്കിംഗ് കണ്ടീഷൻസ് വേണം, നമുക്ക് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ വേണം. ഈ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഓർഗനൈസേഷൻ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിലും ഏത് കോൺസെപ്റ്റ് കൂടിയേ പറ്റൂ? മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൂടിയേ പറ്റൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ടോപ്പിക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് ട്രൂ ഓർ ഫോൾസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, അല്ലെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പ്രതീക്ഷിക്കാം. നമുക്കിപ്പം നമുക്ക് ചിലപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും 4 പോയിന്റ് തരും, ഇതിനകത്ത് ഒരു എക്സ്ട്രാ പോയിന്റ് കൂടെ തന്നിട്ട് ഇതിൽ കറക്റ്റ് വൺ ഏതാണ്, അല്ലെ ഇതിനകത്ത് ഓഡ് വൺ ഏതാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ് അല്ല, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. ഈ പറയുന്ന ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. അപ്പം നമ്മൾ ബേസിക് ആയിട്ട് നോക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാനേജ്മെന്റ്, അതിൻ്റെ മീനിങ്, പിന്നെ നമ്മൾ നോക്കിയ കാര്യം എന്തായിരുന്നു? അതിൻ്റെ എഫിഷ്യൻസി വേഴ്സസ് എഫക്റ്റീവ്നെസ്. മൂന്നാമത് നമ്മൾ നോക്കിയത് അതിൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ നമ്മൾ നോക്കിയത് ഒബ്ജക്റ്റീവ്സ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മാനേജ്മെൻറ്റിനെ കുറച്ചുകൂടെ ഇൻഡെപ്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പോകാം. അപ്പം ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. എന്താണ് അതിൻ്റെ സ്വഭാവം, എന്താണ് അതിൻ്റെ പ്രാധാന്യം, എന്താണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചു? നമ്മൾ മനസ്സിലാക്കി വെച്ചു. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് എന്താണ്? മാനേജ്മെൻറ്റ് കുറച്ചുകൂടി ഇൻഡെപ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? മനസ്സിലാക്കി എടുക്കാനായിട്ട് പോവുകയാണ്. നോക്കിയേ, നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ സ്വഭാവം, അല്ലെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, മാനേജ്മെൻറ്റ് ഒരു സ്വഭാവ രീതി എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമ്മളോട് ചോദിക്കാം, നിങ്ങൾ പഠിക്കുന്ന മാനേജ്മെൻറ്റ് എന്തുവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന മാനേജ്മെൻറ്റ് അത് സയൻസ് ആണോ, അല്ലെ അത് ആർട്ടാണോ? ഇങ്ങനെ പല ചോദ്യങ്ങളും നമ്മുടെ മുമ്പിലോട്ട് വരാം. എന്താണ് നിങ്ങളുടെ മാനേജ്മെൻറ്റ് സ്വഭാവം എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് ചിലപ്പോൾ നമുക്ക് പറഞ്ഞു നിൽക്കാൻ നമുക്ക് പോയിന്റ്സ് അറിയണം ഇല്ലേ? മാനേജ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കി എടുത്താൽ മാത്രമേ മാനേജ്മെന്റ് സയൻസ് ആണോ, ആർട്ടാണോ, പ്രൊഫഷൻ ആണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ.
അപ്പം നമ്മൾ ഈ മാനേജ്മെൻറ്റ് ഡൈനാമിക് ഫംഗ്ഷൻ, മാനേജ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ്, ഡൈനാമിക് ഫംഗ്ഷനാണ്, ഒരിക്കലും സ്റ്റാറ്റിക് അല്ല. ഒരിക്കൽ ചെയ്ത കാര്യങ്ങൾ റിജിഡായിട്ട് നിൽക്കുന്ന ഒരു ടേം അല്ല എന്തെന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് എപ്പോഴും ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യും, ആ ചേഞ്ചസിനെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് എന്ത്, മാനേജ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രധാനമായിട്ടും മാനേജ്മെൻറ്റ് 3 സ്വഭാവമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണെന്ന് നമ്മൾ പറയും, മാനേജ്മെൻറ്റ് ഒരു ആർട്ടാണെന്ന് പറയും, അതുപോലെ മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷൻ ആണെന്ന് നമ്മൾ പറയും. സയൻസ്, പ്രൊഫഷൻ, ആർട്ട്, ഈ 3 സ്വഭാവ രീതികൾ ഏതിനുണ്ട്, മാനേജ്മെൻറ്റിന് ഉണ്ട്. നമ്മൾ ഓരോന്നും എടുത്തെടുത്ത് നോക്കാൻ പോകും. എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റിന് സയൻസ് എന്ന് പറയുന്നത്, അല്ല എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റിന് ആർട്ട് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്, ഈ വക കാര്യങ്ങൾ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പം മനസ്സിലായല്ലോ, നമ്മുടെ ബിസിനസ്സിന് റിജിഡായിട്ടൊരു സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ബിസിനസ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ഒരു ഒറ്റ കാര്യമാണെന്ന് മാത്രം നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇത് 3 കാര്യത്തിൻ്റെ സ്വഭാവം, അല്ലെ 3 കോൺസെപ്റ്റിൻ്റെ സ്വഭാവം ഇതിന് വരുന്നുണ്ട്. സയൻസിൻ്റെ സ്വഭാവം വരുന്നുണ്ട്, ആർട്ടിൻ്റെ സ്വഭാവം വരുന്നുണ്ട്, പ്രൊഫഷൻ്റെ സ്വഭാവം വരുന്നുണ്ട്. ഇനി അത് ഓരോന്നും എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നോക്കിയേ, ആദ്യം മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട്. നമ്മൾ ഒരാർട്ടിനെ പറ്റി ചിന്തിക്കുക. ഇപ്പം നിങ്ങൾക്കറിയാവുന്ന ഒരു ആർട്ട് എന്തൊക്കെയായിരിക്കും, ഇപ്പോൾ പെയിൻറ്റിങ് ഒരാർട്ടാണ് ഇല്ലേ, ഇപ്പോൾ ഡാൻസിങ് ഇതൊരു ആർട്ടാണ്. ഇങ്ങനത്തെ കുറച്ച് ആർട്ട് നിങ്ങൾ വിചാരിക്കുക. ഇപ്പോൾ പെയിൻറ്റിങ്, ഇപ്പോൾ നമ്മൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ പെയിൻറ്റിങ് അല്ല ഡ്രോയിങ്, ഇതൊക്കെ എന്താണ്, ഒരു ആർട്ട് ഫോമാണ്. അപ്പോൾ ഈ ആർട്ടിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് ഈ പ്രത്യേകതകൾ ഏതൊക്കെ നമുക്ക് മാനേജ്മെൻറ്റിലും ഉണ്ട് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം മാനേജ്മെൻറ്റിൻ്റെ ഈ താഴെ പറയുന്ന സ്വഭാവങ്ങളൊക്കെ ഏതിൻ്റെയാണ്, ഒരു ആർട്ടിൻ്റെ സ്വഭാവങ്ങളാണ്. അപ്പം അത്രയും കാരണങ്ങൾ കൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് നമുക്ക് ഏതിൻ്റെ സ്വഭാവം ഉണ്ടെന്ന് പറയാം, ഒരു ആർട്ടിൻ്റെ സ്വഭാവം ഉണ്ടെന്ന് പറയാം, ഒരു കലയുടെ സ്വഭാവം ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പം നോക്കിയാൽ അതിനകത്ത് ഒന്നാമത്തെയാണ് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്. ഇപ്പം നമ്മൾ ഏതൊരു ആർട്ടാണെന്ന് വെച്ചാൽ എടുക്കുക, ഇപ്പം പെയിൻറ്റിങ് അല്ല ഡ്രോയിങ് അല്ല ഡാൻസിങ്, ഇങ്ങനെ ഏത് ആർട്ട് വേണേലും എടുക്കുക. ഈ ഏത് ആർട്ട് എടുത്താലും ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്ന എന്തുണ്ട്, ഒരു ബ്രാഞ്ച് ഓഫ് നോളജ് ഉണ്ട് ഇല്ലേ. ഇപ്പം നിങ്ങൾ ഫൈൻ ആർട്സ് ഒക്കെ ചെയ്യുന്ന കോളേജുകളുണ്ട് ഇല്ലേ, ഫൈൻ ആർട്സ് പഠിപ്പിക്കുന്ന കോളേജുകളുണ്ട്, അല്ല ഡാൻസിങ്ങിൻ്റെ തന്നെ അതിനുവേണ്ടി ഫോക്കസ് ചെയ്യുന്ന കോളേജുകളുണ്ട്, അതിനെ തന്നെ ഫോക്കസ് ചെയ്യുന്ന ഡിഗ്രി പ്രോഗ്രാംസ്, മാസ്റ്റർ പ്രോഗ്രാംസ്, PhD പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് ഇല്ലേ. അപ്പം ഏത് ആർട്ടാണെങ്കിലും അതിനെന്ത് കാണും, ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് കാണും, ഒരു പഠിക്കേണ്ട ഒരു സംഭവങ്ങൾ കാണും, ഇന്ന കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബോഡി ഓഫ് നോളജ് കാണും. അപ്പം നമ്മുടെ മാനേജ്മെൻറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റും എന്തുണ്ട്, ഈ പറയുന്ന സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ട്. അതാണല്ലോ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് മാനേജ്മെൻറ്റ്, എന്താണ് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെയാണ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ്, ഇങ്ങനെ മാനേജ്മെൻറ്റിനെ പറ്റി പഠിക്കുന്ന എന്തുണ്ട്, ഒരു ബോഡി ഓഫ് നോളജ് എവിടെയുണ്ട്, മാനേജ്മെൻറ്റിലും ഉണ്ട്. അപ്പം ആർട്ടിലും എന്തുണ്ട്, സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ട്, അതുപോലെ മാനേജ്മെൻറ്റിലും എന്തുണ്ട്, സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ട്. രണ്ടാമത്തെ എന്താണ്, പേഴ്സണൽ സ്കിൽ. ഇപ്പോൾ എനിക്ക് പടം വരയ്ക്കാൻ അറിയത്തില്ല, പക്ഷെ ഞാൻ പോയി അതിൻ്റെ കോഴ്സിന് ചേർന്നു, അല്ലെങ്കിൽ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയത്തില്ല, ഞാൻ പോയി BA ഭരതനാട്യത്തിനൊക്കെ ചേർന്നു, എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമോ, എനിക്ക് ചിലപ്പം പ്രാക്ടീസ് കൊണ്ട് പറ്റുമായിരിക്കും, പക്ഷേ എനിക്ക് ആ ഒരു പേഴ്സണൽ സ്കില്ലില്ല എങ്കിൽ എനിക്കത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത്ര നന്നായിട്ട് എനിക്കതിനകത്ത് എക്സൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് എന്ത്, പേഴ്സണൽ സ്കിൽ. ഡാൻസ് കളിക്കാൻ അഭിരുചിയുള്ളവരെയാണ് നമ്മൾ ഏതിലേക്ക് വിടുന്നത്, ഡാൻസ് പഠിപ്പിക്കാനായിട്ട് വിടുന്നത്. പടം വരയ്ക്കാൻ അഭിരുചിയുള്ളവരെയാണ് നമ്മൾ ഏതിലേക്ക് വിടുന്നത്, അങ്ങനത്തെ കോഴ്സുകളിലേക്കൊക്കെ നമ്മൾ വിടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മാനേജിങ് ചെയ്യാൻ എന്ത് വേണം, ഒരു പ്രത്യേക പേഴ്സണൽ സ്കില്ല് വേണം. നമ്മളിപ്പോൾ ചില ആൾക്കാരെ കാണുമ്പോൾ പറയത്തില്ലേ, അയാൾ ആൾക്കാരെ ഡീൽ ചെയ്യാൻ മിടുക്കരാ, അല്ലെ ഇന്ന ആൾക്കാരെ ഡീൽ ചെയ്യാൻ ഇന്ന ആൾ തന്നെ വേണം, ഇങ്ങനെയൊക്കെ നമ്മൾ ചില ആൾക്കാരെ പറ്റി പറയത്തില്ലേ. അതൊക്കെ എന്താണ്, ഒരു പേഴ്സണൽ സ്കില്ലാണ്, ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സ്കില്ലാണ്. അതിന് ആൾക്കാരെ ഡീൽ ചെയ്യുക എന്നൊക്കെ ഉള്ളത് എന്താണ്, ഒരു നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു സ്കില്ലാണ്. ആ സ്കില്ല് എവിടെയും വേണം, ആർട്ടിലും വേണം, അതുപോലെ നമ്മൾ ഈ പഠിക്കുന്ന മാനേജ്മെൻറ്റിലും എന്ത് വേണം, ഈ പറയുന്ന പേഴ്സണൽ സ്കില്ല് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ കോമൺ സിമിലാരിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണ്, സിറ്റുവേഷണൽ. സിറ്റുവേഷണൽ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഒരു കാര്യം പഠിച്ചു വെച്ചു, നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഒരേപോലെ നമ്മൾ ഏത് സാഹചര്യം വന്നാലും ഞാൻ പഠിച്ചതേ ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഡാൻസ് പ്രോഗ്രാം നമ്മൾ ഡാൻസ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജിൽ എന്ന് വിചാരിക്കുക. ഇപ്പം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എററോ മറ്റെന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ പെട്ടെന്ന് നമ്മൾ ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ പാട്ട് നിന്ന് പോയെന്നിരിക്കും. അപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, പാട്ട് നിന്ന് പോയെന്നിരിക്കും. അപ്പോൾ ആ സിറ്റുവേഷനൊക്കെ അവർ എന്ത് ചെയ്യും, ചിലപ്പോൾ പാട്ടില്ല, അവർ കുറച്ച് നേരം ഡാൻസ് കളിക്കും. ഇങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ സിറ്റുവേഷൻസിനെ ആ സിറ്റുവേഷൻസ് വെച്ച് ഡീൽ ചെയ്യാനായിട്ട് ഏതിനു പറ്റും, ആർട്ടിനും പറ്റും, അതുപോലെ മാനേജ്മെൻറ്റിനും പറ്റും.
അപ്പം മാനേജ്മെന്റ് നമ്മൾ പറയുമ്പോൾ ഇപ്പം ഞാൻ ഒരു എംപ്ലോയിയെ ഡീൽ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല അടുത്ത എംപ്ലോയിയെ ഡീൽ ചെയ്യുന്നത്. ഒരാളെ നമ്മൾ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അയാളെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അടുത്ത ആളെ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. അയാളുടെ അടുത്ത് നമ്മൾ കുറച്ച് ഹാർഷായിട്ട് ബിഹേവ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ കുറച്ച് ദേഷ്യപ്പെട്ട് നമ്മൾ കാര്യം അവതരിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പം മാനേജ്മെന്റ് ഒരു പ്രത്യേകത എന്താണ്, സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു രീതി, നമ്മുടെ അപ്രോച്ച് രീതികളിൽ നമുക്ക് വ്യത്യാസം വരുത്താം. അതുകൊണ്ടാണ് മാനേജ്മെന്റ് എന്തെന്ന് പറയുന്നത്, സിറ്റുവേഷണൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്, പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. നമ്മൾ ഒരു വ്യക്തിയെ ആശ്രയിച്ചിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആർട്ടിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്താണ്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള. ഇപ്പം ഞാനൊരു ഡാൻസ് കളിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പം എൻ്റെ മുന്നിൽ വരുന്ന ഒരാളെ ഞാൻ എന്ത് ചെയ്യുകയാണ്, എൻ്റെ രീതിയിൽ ഞാൻ അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അയാളുടെ ഡാൻസ് അല്ലെ അയാളിലേക്ക് ഞാൻ ആ മെസ്സേജ് കൺവേ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മാനേജ്മെൻറ്റിൽ എന്താണ്, പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ ഡീൽ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല അടുത്ത ആളെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരെ നമ്മൾ പേഴ്സണലൈസ്ഡ്, ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണം, നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഓരോ ആൾക്കാർക്കും നമ്മൾ എന്ത് കൊടുക്കണം, പ്രത്യേകം കൺസിഡറേഷൻ നമ്മൾ കൊടുക്കണം. അതാണ് പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ എന്താണ്, പെർഫെക്ഷൻ ത്രൂ കോൺസ്റ്റന്റ് പ്രാക്ടീസ്. നമ്മൾ ഏത് ആർട്ട് ഫോം ആണെങ്കിലും നമുക്ക് എപ്പോഴും എക്സൽ ചെയ്യാൻ പറ്റുന്നത് എന്തുവഴി മാത്രമേ ഉള്ളൂ, നമ്മൾ നിരന്തരം അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു ആർട്ട് ഫോമിൽ അല്ലെങ്കിൽ പെയിൻറ്റിങ് ആയിക്കോട്ടെ, നമ്മുടെ ഡാൻസ് ആയിക്കോട്ടെ, അതിൽ നമുക്കൊരു പെർഫെക്ഷൻ കൈവരുത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് ഇവിടെയും മാനേജ്മെൻറ്റും. നമ്മൾ സ്ഥിരമായിട്ട് ഈ ആൾക്കാരെ മാനേജ് ചെയ്ത് ശീലിക്കുമ്പോൾ നമുക്ക് പിന്നീട് കാര്യങ്ങൾ കുറച്ചുകൂടി എന്താവും, കുറച്ചുകൂടി ഈസി ആയിട്ട് വരും. നമുക്ക് ഇച്ചിരി എളുപ്പത്തിൽ നമുക്ക് ആൾക്കാരെ മനസ്സിലാക്കാനും അവരെ ഡീൽ ചെയ്യാനായിട്ടും ഒക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും മാനേജ്മെൻറ്റിന് ആർട്ടിൻ്റെ സ്വഭാവം ഉള്ളതെന്ന് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഒന്ന്, ആർട്ടിനെ പോലെ മാനേജ്മെൻറ്റും എന്തുണ്ട്, ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. രണ്ട്, നമ്മളിത് സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് പഠിച്ചാൽ പോലും പേഴ്സണൽ സ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് മാനേജ്മെൻറ്റ് പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല. മൂന്നാമത്തെ, സിറ്റുവേഷനിലാണ്. ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മളുടെ പോളിസീസും അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പിൾസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. അതുപോലെ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ, ഒരാളെ ഡീൽ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല അടുത്ത ആളെ ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാർക്കും വ്യക്തിഗതമായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, നമ്മൾ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കണം. ലാസ്റ്റ് വൺ എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കൈവരിക്കാൻ പറ്റത്തുള്ളൂ, പെർഫെക്ഷൻ നമുക്ക് കൈവരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും സ്വഭാവങ്ങൾ മാനേജ്മെൻറ്റിന് ഏതിൻ്റെ ഉണ്ട്, ആർട്ടിൻ്റെ, ഒരു കലയുടെ ഇത്രയും സ്വഭാവങ്ങൾ ആർക്കും ഉണ്ട്, ഏതിനുമുണ്ട്, മാനേജ്മെൻറ്റിനും ഉണ്ട്. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ട് മാനേജ്മെൻറ്റ് എന്താണെന്ന് പറയാം, ഒരാർട്ടാണെന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത്, മാനേജ്മെൻറ്റ് സയൻസ് ആണോ? അപ്പം മാനേജ്മെൻറ്റ് സയൻസ് ആണെന്ന് പറയാനായിട്ട് ഈ പറയുന്ന കുറച്ച് ഫോളോയിങ് റീസൺസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ, നേരത്തെ പറഞ്ഞ പോലെ എന്തുണ്ട്, സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ നമുക്ക് സയൻസ് അറിയാമല്ലോ, എല്ലാ കാര്യങ്ങളെ പറ്റി നമുക്ക് എന്തുണ്ട്, കുറച്ചേറെ പ്രിൻസിപ്പിൾസും കുറച്ച് ലോസും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, ഇല്ലേ? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റും എന്തുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്, ഒരു പഠന സംഹിത നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. രണ്ടാമത്തെ എന്താണ്, യൂണിവേഴ്സൽ വാലിഡിറ്റി. യൂണിവേഴ്സൽ വാലിഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്, നമ്മളിപ്പം ഒരു ഇക്വേഷൻ പഠിക്കുക, F=ma. നമ്മൾ ഇവിടുന്ന് മാറി അടുത്ത ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് ഈ ഇക്വേഷൻ മാറുമോ? ഇല്ലല്ലോ. നമ്മൾ എവിടെ പോയാലും ഈ ഇക്വേഷൻ എന്ത് തന്നെയാണ്, F=ma, അല്ലെ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ത് തന്നെ ആയിരിക്കും, എല്ലായിടത്തും സെയിം തന്നെ ആയിരിക്കും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജ്മെന്റ് പെർവാസീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു, ഇല്ലേ? നമ്മൾ രാജ്യം വിട്ടു പോയാലും അല്ലെ കമ്പനി മാറിയാലും എന്ത് ചെയ്താലും മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, നമുക്ക് യൂണിവേഴ്സലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അല്ലെ എല്ലായിടത്തും എന്ത് വേണം, മാനേജ്മെന്റ് വേണം. അതാണ് യൂണിവേഴ്സൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത് എന്താണ്, പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ. നമ്മൾ സയൻസിലെ എല്ലാ കാര്യവും നമ്മൾ എന്ത് ചെയ്തിട്ടാണ് പറയുന്നത്, എക്സ്പെരിമെന്റിലൂടെയാണ് പറയുന്നത്, അല്ലേ? ഇപ്പോൾ സയൻസിൽ ഒരു തിയറി കൊണ്ടുവന്നാൽ തന്നെ, അല്ലെങ്കിൽ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ എന്ത് കൊണ്ടുവന്നാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പെരിമെന്റ്സ് ചെയ്ത് അത് പ്രൂവ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ തിയറി കറക്റ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇനി അടുത്ത പാഠങ്ങളിലൊക്കെ എന്ത് പഠിക്കും, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കും. ഈ പറയുന്ന മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും ഏത് വഴി തന്നെ വന്നതാണ്, ഈ പറഞ്ഞ എക്സ്പെരിമെന്റേഷനും ഒബ്സർവേഷനും ഒക്കെ വഴി തന്നെ എന്ത് ചെയ്തതാണ്, വന്ന കാര്യങ്ങളാണ്. അപ്പം അടുത്ത പാഠത്ത് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ്, ഇറ്റ് ഷുഡ് എസ്റ്റാബ്ലിഷ് എ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. നമ്മൾ സയൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇന്നത് കാരണമാണ് ഇന്നത് സംഭവിച്ചത്, ഇല്ലേ? അങ്ങനെ നമ്മൾ പറയത്തില്ലേ? അങ്ങനെ പറയുന്ന പോലെ തന്നെ മാനേജ്മെന്റിൽ നമുക്ക് എന്ത് പറയാം, ഇപ്പം മാനേജറുടെ ഇൻഎഫിഷ്യൻസി മൂലമാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാഞ്ഞത്. അങ്ങനെ നമുക്ക് ചില കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടും എവിടെ സാധിക്കും, മാനേജ്മെന്റിലും സാധിക്കും.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് മാനേജ്മെന്റ് ഏതിൻ്റെ സ്വഭാവം ഉണ്ടെന്ന് പറയാം? ഒരു സയൻസിന്റെ സ്വഭാവം ഉണ്ടെന്ന് പറയാം. ഏതൊക്കെയാണ് കാര്യങ്ങൾ? സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്, ഒരു പഠന സംഹിത സയൻസിനെ പോലെ ഏതിനുമുണ്ട്, മാനേജ്മെന്റിനും ഉണ്ട്. യൂണിവേഴ്സൽ വാലിഡിറ്റി, സയൻസിലെ ഒരു ഇക്വേഷൻ എല്ലായിടത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ തന്നെ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും നമുക്ക് എല്ലായിടത്തും എന്ത് ചെയ്യാം? നമുക്ക് ഉപയോഗിക്കാം. മൂന്നാമത്തത്, സയൻസിലെ പ്രിൻസിപ്പിൾസ് എല്ലാം എക്സ്പെരിമെന്റ്സ് വഴിയാണ് പ്രൂവ് ചെയ്യുന്നതെങ്കിൽ മാനേജ്മെന്റിലെ പ്രിൻസിപ്പിൾസ് നമ്മൾ ഏത് വഴി തന്നെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? എക്സ്പെരിമെന്റേഷനും ഒബ്സർവേഷനും ഒക്കെ തന്നെ വഴിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നാലാമത് എന്താണ്? സയൻസിൽ നമ്മൾ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് പറഞ്ഞു. ഇന്നത് കാരണമാണ് ഇന്ന സംഭവിച്ചത്, ഫ്രിക്ഷൻ കാരണമാണ് ഇന്ന സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ ഫിസിക്സ് പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മാനേജ്മെന്റിലും ചില ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റുകളൊക്കെ ഏത് എഫക്റ്റ് വെച്ച് പറയാം? കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് മാനേജ്മെന്റ് എന്താണെന്നും പറയാം? ഒരു സയൻസ് ആണെന്നും പറയാം. അപ്പോൾ മാനേജ്മെന്റ് ഒരു ആർട്ടാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, മാനേജ്മെന്റ് ഒരു സയൻസ് ആണെന്നും പറഞ്ഞു. ഇനി നമുക്ക് പറയാം മാനേജ്മെന്റ് സയൻസുമാണ് ആർട്ടുമാണ്, ഇല്ലേ? രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ് ആണ് മാനേജ്മെന്റ് എന്ന് പറയും. ഇനി ചില കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ചില തിയറീസ് എന്തുകൂടെ പറയുന്നുണ്ട്? മാനേജ്മെന്റിനെ ഒരു എന്തായിട്ടും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്? ഒരു പ്രൊഫഷൻ ആയിട്ടും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. മെയിൻ ആസ്പെക്ട് സയൻസും ആർട്ടും. അങ്ങനെ മിക്കവാറും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണും കേട്ടോ. മാനേജ്മെന്റ് സയൻസ് ആണോ ആർട്ടാണോ, ബോത്ത് സയൻസ് ആൻഡ് ആർട്ടാണോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. മാനേജ്മെന്റിന് ഏതിൻ്റെ സ്വഭാവമുണ്ട്? സയൻസിൻ്റെ സ്വഭാവമുണ്ട്, ആർട്ടിൻ്റെ സ്വഭാവമുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഏതിൻ്റെ സ്വഭാവം കൂടെ പറയും? പ്രൊഫഷനെ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ പ്രൊഫഷൻ്റെ കുറച്ച് സ്വഭാവം കൂടി ഏതിനുണ്ട്? മാനേജ്മെന്റിനുണ്ട്. എന്തൊക്കെയാണ് പ്രൊഫഷൻ്റെ സ്വഭാവങ്ങൾ? എല്ലാത്തിനകത്ത് ആദ്യം എന്താണ്? ബോഡി ഓഫ് നോളജ്. നമ്മളിപ്പോൾ ഒരു പ്രൊഫഷൻ എടുക്കുക. പ്രൊഫഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇപ്പോൾ ഒരു ലോയർ, അഡ്വക്കേറ്റ് ആവാം, അല്ലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാം. ഇവരൊക്കെ എന്താണ്? പ്രൊഫഷണൽസ് ആണ്, ഇല്ലേ? അല്ലെ ഡോക്ടേഴ്സ് ആവാം. ഇവർക്കെല്ലാം എന്തുണ്ട്? ഇവരെല്ലാം ഒരു ബോഡി ഓഫ് നോളജിൽ നിന്ന് എന്ത് ചെയ്ത് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്തതാണ്? ആ ലെവലിൽ എത്തിയതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാനേജ്മെന്റും എന്തുണ്ട്? മാനേജ്മെന്റിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനായിട്ട്? പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തുണ്ട്? ബോഡി ഓഫ് നോളജ് നമുക്ക് മാനേജ്മെന്റിലും ഉണ്ട്, എവിടെയും ഉണ്ട്? പ്രൊഫഷനിലും ഉണ്ട്. രണ്ടാമത്തെ റെസ്ട്രിക്റ്റഡ് എൻട്രി. റെസ്ട്രിക്റ്റഡ് എൻട്രി എന്ന് വെച്ചാൽ വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും? എൻട്രിയുടെ കാര്യത്തിൽ കുറച്ച് പരിമിതികളുണ്ട്. എന്തിൻ്റെ എൻട്രി ആയിരിക്കും? എല്ലാവർക്കും പോയി ഡോക്ടർ ആവാൻ പറ്റുമോ? എല്ലാവർക്കും പോയി CA കാരനാവാൻ പറ്റുമോ? ഇല്ല. അവിടെ എങ്ങനെ ആവുന്നത്? എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത് അത് പാസ്സാവുന്ന ആൾക്കാർക്ക് മാത്രമേ എന്താവാൻ പറ്റത്തുള്ളൂ? CA കാരനാവാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? അതുപോലെ ഡോക്ടർ ആവണമെങ്കിൽ നമ്മൾ എന്ത് പാസ്സാവണം? MBBS പാസ്സാവണം. അഡ്വക്കേറ്റ് ആവണമെങ്കിൽ നമ്മൾ LLB പാസ്സാവണം. അങ്ങനെ നമ്മളൊരു എക്സാം വഴി പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ആ ഒരു പ്രൊഫഷൻ നമുക്ക് കൈവരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ മാനേജ്മെന്റിലും എന്തുണ്ട്? മാനേജ്മെന്റ് നിങ്ങൾക്ക് MBAയുടെ എക്സാംസ് ഒക്കെ നിങ്ങൾ എഴുതാറില്ലേ? അപ്പോൾ അങ്ങനത്തെ MBAയുടെ എക്സാംസ് ഉണ്ട്. ഈ എക്സാംസ് ഒക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം, അല്ല എക്സാംസ് ഒക്കെ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഏത് പ്രൊഫഷനിലേക്ക് കടക്കത്തുള്ളൂ? നമ്മൾ ആ ഒരു പ്രൊഫഷനിലേക്ക് കടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത്? റെസ്ട്രിക്റ്റഡ് എൻട്രി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ബിസിനസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കടമ്പ ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും ബിസിനസ് ചെയ്യാം. ഇന്നത് പഠിച്ച ആൾക്കാർക്ക് മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുമെന്നില്ല. പക്ഷേ ഒരു പ്രൊഫഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അതിൻ്റെ ക്വാളിഫിക്കേഷൻ എക്സാം ഏതാണോ അത് പാസ്സായതിനു ശേഷം മാത്രമേ ആ ഒരു പ്രൊഫഷനിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് റെസ്ട്രിക്റ്റഡ് എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോഴ്സസ് ഇല്ലേ? MBA ഉണ്ട്. അതുപോലെ നമുക്ക് തന്നെ മറ്റേ ഓഡിറ്റിംഗ് ജോലികൾ, അല്ലെങ്കിൽ നമ്മുടെ CMA, ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ എന്താണ്? പ്രൊഫഷണൽ കോഴ്സുകളാണ്. ഇതൊക്കെ എക്സാം പാസ്സായതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ ഒരു പ്രൊഫഷനിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നത്. മൂന്നാമത്തെ എന്താണ്? പ്രൊഫഷണൽ അസോസിയേഷൻ. നമുക്കറിയാം ഡോക്ടേഴ്സിനും അഡ്വക്കേറ്റ്സിനും ഒക്കെ എന്തുണ്ട്? അവരവരുടേതായിട്ടുള്ള ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട്. ഇപ്പോൾ അഡ്വക്കേറ്റ്സിന് ബാർ കൗൺസിൽ ഉണ്ട്, ഡോക്ടേഴ്സിന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉണ്ട്, ഇല്ലേ? അതുപോലെ CA കാർക്കും CMA കാർക്കും ഒക്കെ എന്തുണ്ട്? അസോസിയേഷൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഏത് മാനേജീരിയൽ പ്രൊഫഷണൽ ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഇപ്പോൾ CMA ആയിക്കോട്ടെ, MBA ആയിക്കോട്ടെ, ഇവർക്കെല്ലാം എന്തുണ്ട്? അതാത് പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് ഏതിൻ്റെ സ്വഭാവമുണ്ട്? ഒരു പ്രൊഫഷൻ്റെ സ്വഭാവമുണ്ട്. അടുത്തെന്താണ്? കോഡ് ഓഫ് കണ്ടക്ട്. കോഡ് ഓഫ് കണ്ടക്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മൾ പറയാറില്ലേ ഡോക്ടേഴ്സ്, ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ ഡയലോഗ്സ് ഒക്കെ കേൾക്കാറില്ലേ? ഇതെൻ്റെ കോഡ്, എൻ്റെ എത്തിക്കൽ കോഡിന് ചേർന്ന കാര്യമല്ല, ഇതെൻ്റെ എത്തിക്സിന് ചേർന്ന കാര്യമല്ല. അപ്പോൾ ഒരു ഡോക്ടർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നെന്തുണ്ട്? അവരുടെ ആ ഒരു പ്രൊഫഷനിൽ കൃത്യമായിട്ട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മാനേജ്മെൻറ്റ് പ്രൊഫഷനിലെ ആൾക്കാരെ എടുക്കുവാണെങ്കിലും അവർക്കും എന്തുണ്ട്? ഇതുപോലെ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്, അങ്ങനത്തെ ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. ഈ കോഡ് ഓഫ് കണ്ടക്ട് പ്രൊഫഷനിലുണ്ട്, അതെവിടെയുമുണ്ട്? മാനേജ്മെന്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലാസ്റ്റ് വൺ എന്താണ്? സർവീസ് മോട്ടീവ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രൊഫഷണൽ എടുക്കുവാണെങ്കിലും ഇവരുടെ ബേസിക് ലക്ഷ്യം എന്താണ്?
അവരുടെ അടുക്ക വരുന്ന ക്ലയൻസിന് എന്ത് കൊടുക്കുക? സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലേ? അഡ്വക്കേറ്റിൻ്റെ അടുക്ക വരുന്ന ഒരു ക്ലയൻറ്റ് ഒരു കേസ് വാദിക്കാനായിരിക്കും, അത് നമ്മൾ സർവീസായിട്ട് എന്ത് ചെയ്ത് കൊടുക്കുന്നു? നമ്മൾ സാധനം ഒന്നും അല്ലല്ലോ കൊടുക്കുന്നത്, സർവീസ് അല്ലേ റെൻഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേസ് അവർക്ക് വേണ്ടി വാദിച്ചു കൊടുക്കുന്നു, അല്ലെ അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുക്ക ഒരാൾ അസുഖമായിട്ട് വരുന്നു, ഡോക്ടർ അവർക്ക് പൈസയാണോ കൊടുക്കുന്നത്? അല്ലല്ലോ. ഡോക്ടർ പഠിച്ചിട്ടുള്ള അറിവൊക്കെ വെച്ചിട്ട് ഡോക്ടറിൻ്റെ സർവീസാണ് എന്ത് ചെയ്ത് കൊടുക്കുന്നത്? അവർക്ക് റെൻഡർ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ സി എക്കാരൻ്റെ അടുക്ക ഒരാൾ വരുന്നു, സി എക്കാർ എന്താ ചെയ്യുന്നത്? അവരുടെ ഫയൽസ് എല്ലാം നോക്കി ഓഡിറ്റ് ചെയ്തിട്ട് സി എക്കാർ എന്ത് ചെയ്യുന്നു? അത് സൈൻ ചെയ്ത് വിടുന്നു. അങ്ങനെ ഇവരുടെ എല്ലാം സർവീസാണ് എന്ത് ചെയ്ത് കൊടുക്കുന്നത്? നമ്മൾ ആൾക്കാർക്ക്, ക്ലയൻസിന് നമ്മൾ കൊടുക്കുന്നത്. ഈ സർവീസിന് പകരമായിട്ട് നമ്മൾ എന്ത് വാങ്ങിക്കും? എല്ലാ പ്രൊഫഷണൽസും എന്ത് വാങ്ങിക്കും? ഫീസ് എന്ന് പറഞ്ഞൊരു സംഭവം വാങ്ങിക്കും, ഇല്ലേ? നമ്മൾ അഡ്വക്കേറ്റിന് ഫീസ് കൊടുക്കും, ഡോക്ടറിന് ഫീസ് കൊടുക്കും, ഇല്ലേ? അപ്പം നമ്മൾ എന്ത് സർവീസാണോ റെൻഡർ ചെയ്യുന്നത് അതിന് പ്രത്യുപകാരമായിട്ട് എന്ത് വാങ്ങിക്കും നമ്മൾ? അതായത് പ്രൊഫഷണൽസ് എന്ത് വാങ്ങിക്കും? ഫീസ് നമ്മൾ വാങ്ങിക്കും. അതുപോലെ തന്നെയാണ് മാനേജ്മെൻറ്റിൽ ഇപ്പോൾ ഓഡിറ്റേഴ്സ് കാണാം, അതുപോലെ നമുക്ക് ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് കാണാം, ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് കാണാം. ഇതൊക്കെ എന്താണ്? പ്രൊഫഷണൽസ് ആണ്. ഇവർ അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പകരമായിട്ട് അവർ എന്ത് വാങ്ങിക്കും? ഫീസ് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാനേജ്മെൻറ്റ് നേച്ചർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമുക്ക് 3 തരത്തിലാണ് മാനേജ്മെൻറ്റ് നേച്ചറെ നമുക്ക് കാണാൻ പറ്റുന്നത്. എങ്ങനെയൊക്കെയാണ്? മാനേജ്മെൻറ്റ് ഒരു ആർട്ടാണെന്ന് നമുക്ക് പറയാം, സയൻസ് ആണെന്ന് പറയാം, അതുപോലെ പ്രൊഫഷൻ ആണെന്നും പറയാം. മാനേജ്മെൻറ്റ് ആർട്ടാണെന്ന് പറയാനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞു, മാനേജ്മെൻറ്റ് സയൻസ് ആണെന്ന് പറയാനുള്ള കാരണങ്ങൾ, പ്രൊഫഷണൽ ആണെന്ന് പറയാനുള്ള കാരണങ്ങൾ എന്ത് ചെയ്തു? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പം നമുക്കിതിനകത്ത് എക്സാം ചോദിക്കുന്നത്, ഇപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫീച്ചർ വന്നിട്ട് ഇത് ഏത് സ്വഭാവത്തെയാണ് കാണിക്കുന്നത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സയൻസിനെയാണോ, ആർട്ടിനെയാണോ, പ്രൊഫഷനെയാണോ കാണിക്കുന്നത്? അല്ലെ മാത്സ് ഫോളോയിങ് ചോദിക്കാം. ഇതിനകത്ത് നമുക്ക് 2 സൈഡിലും ആർട്ട്, പ്രൊഫഷൻ, സയൻസ് തന്നിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ത് തരാം? അപ്പുറത്തെ സൈഡ് തന്നിട്ട് മാച്ച് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ഇതിനകത്തും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലേക്ക് കടക്കുകയാണ്. എന്താണ്? ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് ഏതൊക്കെ ലെവൽസ് ഉണ്ട്, ഏതൊക്കെ സ്ട്രക്ചറിലാണ് മാനേജ്മെൻറ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്? നമുക്ക് ഒരു കമ്പനി, ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ പ്രധാനമായിട്ടും ഈ 3 ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് ഉള്ളത്. ഒന്നാമത്തെ മാനേജ്മെൻറ്റ് ലെവൽ ഏതാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. രണ്ടാമത്തെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. മൂന്നാമത്തെ ലോ ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലായിരിക്കും ആരൊക്കെ ഉള്ളത്? ആ കമ്പനിയുടെ പ്രധാനപ്പെട്ട ആൾക്കാർ കണ്ടോ, CEO, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ, ചീഫ് സെയിൽസ് ഓഫീസർ, ചീഫ് ടെക്നോളജി ഓഫീസർ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇവരെല്ലാം എവിടെയായിരിക്കും? ഈ പറയുന്ന ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലായിരിക്കും. അതായത് കമ്പനിയുടെ ഏറ്റവും തലപ്പത്തുള്ള ആൾക്കാർ, അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് എന്തായിരിക്കും? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് വെച്ചാൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കീഴിൽ പ്രവർത്തിക്കുന്നവർ. അവരെന്തായിരിക്കും? ഈ 2 ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഇടയ്ക്കത്തെ ഒരു കണക്റ്റീവ് ലിങ്ക് ആണ് ആരെന്ന് പറയുന്നത്? ഈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും ആരൊക്കെ ആയിരിക്കും? ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ആയിരിക്കും. കണ്ടോ, നമ്മുടെ ഓർഗനൈസേഷനിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് കാണും? മാർക്കറ്റിംഗ് കാണും, മാർക്കറ്റിംഗ് മാനേജർ, പർച്ചേസ് മാനേജർ, സെയിൽസ് മാനേജർ, ഓപ്പറേഷൻ മാനേജർ, ബ്രാഞ്ച് മാനേജർ, ഫിനാൻസ് മാനേജർ. നമ്മുടെ വേരിയസ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ആണ് എവിടെ വരുന്നത്? നമ്മുടെ മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ വരുന്നത്. മൂന്നാമത്തെ എന്താണ്? ലോ ലെവൽ മാനേജ്മെന്റ്. ലോ ലെവൽ മാനേജ്മെന്റിലാണ് ആര് വരുന്നത്? നമ്മുടെ വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ഇൻസ്പെക്ടേഴ്സ്, ക്ലർക്ക്, ഫോർമാന്, ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഇവിടെ വരുന്നത്, ഈ ലോവർ ലെവൽ മാനേജ്മെന്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളൊരു മേഖലയാണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. അതിനകത്ത് ലെവൽസ് ഓഫ് മാനേജ്മെന്റിൽ ആരൊക്കെ വരുന്നുവെന്നും ഓരോ ലെവൽസിന്റെ ഫംഗ്ഷൻസും ആണ് പ്രധാനമായിട്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ച് വെക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തിനെ പറ്റിയാണ്? ആരൊക്കെയാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് വരുന്നത്, ആരൊക്കെ മിഡിൽ ലെവൽ മാനേജ്മെന്റ് വരുന്നു, ആരൊക്കെ ലോ ലെവൽ മാനേജ്മെന്റ് വരുന്നു. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് വരുന്നത് ബിസിനസ്സിന്റെ തലപ്പത്തുള്ള ആൾക്കാർ, അതുപോലെ മിഡിൽ ലെവൽ മാനേജ്മെന്റ് പ്രധാനമായിട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്, ലോ ലെവൽ മാനേജ്മെന്റ് പ്രധാനമായിട്ട് വരുന്ന സൂപ്പർവൈസറും ഫോർമാന്, ക്ലർക്ക്, അല്ലെ വർക്ക് സൂപ്പർവൈസ് ചെയ്യാൻ വർക്കേഴ്സുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ഉള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത് ലോവർ ലെവൽ മാനേജ്മെന്റിൽ വരുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ അതോറിറ്റി ഉള്ള ആരായിരിക്കും? ഏറ്റവും കൂടുതൽ അതോറിറ്റി അല്ലെ ഏറ്റവും കൂടുതൽ ഭരണാവകാശമുള്ള ആളായിരിക്കും ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. അതിൽ താഴെ ആയിരിക്കും ആര്? മിഡിൽ ലെവൽ. അതിലും താഴെ ആയിരിക്കും ആര്? ലോവർ ലെവൽ. അതുപോലെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ കാര്യം, ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം വേണ്ടത് ആർക്കാണ്? ലോവർ ലെവലിനാണ്. റെസ്പോൺസിബിലിറ്റി ഏറ്റവും മേളിലോട്ടാണ് റെസ്പോൺസിബിലിറ്റി ഫ്ലോ ചെയ്യുന്നത്. റെസ്പോൺസിബിലിറ്റി ഏറ്റവും കൂടുതൽ വേണ്ടത് ലോ ലെവൽ മാനേജ്മെന്റിനാണ്. അത് കഴിയുമ്പോൾ മിഡിൽ ലെവൽ മാനേജ്മെന്റും പിന്നെ ലാസ്റ്റ് ആണ് മേളിലേക്ക് നമ്മൾ പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതോറിറ്റി താഴേക്കും റെസ്പോൺസിബിലിറ്റി മേളിലേക്കുമാണ് എന്ത് ചെയ്യുന്നത്? മാനേജ്മെന്റിൽ നമ്മൾ ഫ്ലോ ചെയ്യുന്നത്. ഇനി നമ്മൾ ഓരോ ലെവൽസിൻ്റെയും എന്ത് പഠിക്കാൻ പോവുകയാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് പഠിക്കാനായിട്ട് പോവുകയാണ്.
ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പം നമുക്കറിയാം, നമ്മളാണ് നമ്മുടെ ബിസിനസ്സിന്റെ തലപ്പത്തിരിക്കുന്ന ആളെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്? ഒന്നാമത്, എന്തൊക്കെയാണ് എൻ്റെ ബിസിനസ്സിന് വേണ്ട ഒബ്ജക്റ്റീവ്സ്, അതെന്ത് ചെയ്യുന്നു? ഫുൾഫിൽ ചെയ്യുന്നു. ഞാൻ ഈ വർഷം 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണോ, 2000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണോ, അങ്ങനത്തെ കാര്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത് ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. രണ്ടാമത്തെ എന്താണ്? ഫ്രെയിമിംഗ് പ്ലാൻസ് ആൻഡ് പോളിസി. എൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെ പ്രവർത്തിക്കണം, എന്തൊക്കെ ആയിരിക്കണം എൻ്റെ ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യേണ്ട പോളിസീസ്. ഇപ്പോൾ രാവിലെ ഇത്ര സമയത്ത് എല്ലാവരും വരണം, വർക്കിംഗ് അവേഴ്സ് ഇത്ര ആയിരിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്യുന്ന ആരാണ്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. മൂന്നാമത്തെ കാര്യം എന്താണ്? കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ്. നമുക്ക് പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇല്ലേ? പർച്ചേസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ്സ് എവിടെ കാണും? ഒരു ഓർഗനൈസേഷനിൽ കാണും. ഈ പല ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. എന്തൊക്കെയാണ്? പല ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. അതിന്റെ നമുക്കൊരു ഡിഫറൻസ് അടുത്തൊരു പഠിക്കാനുണ്ട്. ഇവിടെ ഓർത്തിരിക്കുക, കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ്. പല ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആരുടെ ഉത്തരവാദിത്തമാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഉത്തരവാദിത്തമാണ്. അടുത്ത്, എന്തൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്? റിസോഴ്സസിനകത്ത് എന്തൊക്കെ വരാം? മണി വരാം ഇല്ലേ, പൈസ വരാം, നമുക്ക് മാൻ പവർ വരാം ഇല്ലേ, ആൾക്കാർ, നമുക്ക് മെഷീനറി വരാം. ഇതൊക്കെയാണ് നമ്മുടെ കമ്പനിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ കമ്പനിക്ക് ആവശ്യമുള്ള രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? അസംബിൾ ചെയ്ത് ഒന്നിച്ച് കൊണ്ടുപോവുക. അതാണ് അസംബിളിംഗ് ഓഫ് റിക്വയർഡ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? മെയിൻറ്റെയിൻസ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ. ആരൊക്കെയാണ് ബിസിനസ്സിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ഓണേഴ്സ് കാണും, ഗവൺമെന്റ് കാണും, എംപ്ലോയീസ് കാണും ഇല്ലേ, കൺസ്യൂമേഴ്സ് കാണും. ഇതെല്ലാം എന്താണ്? ബിസിനസ്സിനെ പറ്റി അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഉത്തരവാദിത്തമാണ് എന്തെന്ന് പറയുന്നത്? മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട്. ഇപ്പോൾ ഓണേഴ്സ് ഒക്കെ ഒബ്വിയസ്ലി ഇതിനകത്ത് വരും, ടോപ്പ് ലെവൽ മാനേജ്മെന്റിനകത്ത് വരും. അവർ കൂടാതെ മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുക? അവരുമായിട്ടുള്ള കണക്ഷൻസ് അല്ലെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് വൺ എന്താണ്? അനലൈസിങ് ബിസിനസ് എൻവയോൺമെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ബിസിനസ് എൻവയോൺമെന്റ് എപ്പോഴും എന്താണ്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഡൈനാമിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ 3ാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഈ ബിസിനസ് എൻവയോൺമെന്റ് അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്? നമുക്ക് എന്തൊക്കെ റിസ്ക് വരുന്നുണ്ട് ബിസിനസ് എൻവയോൺമെന്റിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ സാധ്യതകൾ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്, എന്തൊക്കെ ചലഞ്ചസ് ആണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ബിസിനസ് എൻവയോൺമെന്റ് അനലൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ലക്ഷ്യമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ബിസിനസ് എൻവയോൺമെന്റിനെ അനലൈസ് ചെയ്ത് അവർക്കുള്ള സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാനും വെല്ലുവിളികളെ മുന്നിൽ കണ്ടുകൊണ്ട് തടയിടാനും ഉള്ള റൈറ്റ് ആർക്കാണ്, അല്ലെ അതിൻ്റെ ചെയ്യേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇനി ലാസ്റ്റ് ഒന്ന് പറയുന്ന കാര്യം എന്താണ്? ഇഷ്യൂ ഇൻസ്ട്രക്ഷൻ ടു ഡിപ്പാർട്ട്മെന്റ്. ഇവരുടെ കീഴിലാണല്ലോ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം. അപ്പോൾ അതാത് ഡിപ്പാർട്ട്മെന്റിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഉത്തരവാദിത്തമാണ്? ഈ പറഞ്ഞ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആരാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റിനകത്തുള്ള ആൾക്കാർ? ഒരു ബിസിനസ്സിന്റെ തലപ്പത്തുള്ള ആൾക്കാരാണ്, അല്ലെ ഏറ്റവും അതോറിറ്റി കൂടിയ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്, ടോപ്പ് ലെവൽ മാനേജ്മെന്റിലുള്ളത്. അവർ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? പ്രധാനമായിട്ടും 2-3 ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്യുന്ന അവരാണ്, പോളിസീസും പ്ലാൻസും ഫ്രെയിം ചെയ്യുന്ന അവരാണ്, പല ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസിനെ ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്യുന്നത് അവരാണ്, ഡിപ്പാർട്ട്മെന്റിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് അവരാണ്, ബിസിനസ് എൻവയോൺമെന്റിനെ പറ്റി പഠിക്കുന്നത് അവരാണ്, അതുപോലെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആരാണ്? ഈ പറയുന്ന ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നമ്മൾ ഏത് മാനേജ്മെന്റ് ആണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റ്. മിഡിൽ ലെവൽ മാനേജ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു ആരുടെ ഇടയ്ക്കുള്ളതാണ്? ടോപ്പിന്റെ ലോയുടെ ഇടയ്ക്കുള്ള ആൾക്കാരാണ് ആര്? ഈ മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടോപ്പിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ആരിലേക്ക് എത്തിക്കണം? ലോവർ ലെവലിലേക്ക് എത്തിക്കണം. അതുപോലെ ലോവർ ലെവൽ മാനേജ്മെന്റ് പരാതികളൊക്കെ ആരെ അറിയിക്കണം? ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെ അറിയിക്കണം. അങ്ങനെ ഒരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നവരാണ് ആര്? ഈ പറയുന്ന മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് ആരൊക്കെ വരാം? ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണ് പ്രധാനമായിട്ടും എന്ത് വരുന്നത്? ഈ മിഡിൽ ലെവൽ മാനേജ്മെന്റിനകത്ത് വരുന്നത്. ഇനി ഇവരെന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇവരുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നോക്കിയേ, റിസീവ് ഓർഡർ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആൻഡ് പാസ് ഓൺ ടു ലോവർ ലെവൽ മാനേജ്മെന്റ്. അപ്പോൾ ഇവരുടെ മുകളിലുള്ള ടോപ്പ് ലെവൽ മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങൾ ആരിലേക്ക് എത്തിക്കുക? ലോവർ ലെവൽ മാനേജ്മെന്റിലേക്ക് എത്തിക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്? ഇവരുടെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. രണ്ടാമത് എന്താണ്? ഇന്റർപ്രറ്റ് ആൻഡ് ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് പ്ലാൻസ് ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്.
ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് കുറച്ച് മുമ്പ് എന്ത് ചെയ്തായിരുന്നു, പോളിസീസ് ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചില്ലേ, ഇന്നതൊക്കെയാണ് ഞങ്ങളുടെ പോളിസി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രേഖപ്പെടുത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഇല്ല എങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നു പോകും. ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഈ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഏതൊക്കെയാണോ പോളിസീസും പ്ലാൻസും ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനും അത് മറ്റുള്ളവരിലേക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനും, ഇപ്പം നമ്മുടെ ലോവർ ലെവലിലുള്ളവർക്ക് ഇത് മനസ്സിലായില്ല എങ്കിൽ അവരിലേക്ക് ഇത് ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കാനും ആർക്ക് ഉത്തരവാദിത്തമുണ്ട്? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഉത്തരവാദിത്തമുണ്ട്. മൂന്നാമത്തെ എന്താണ്? സൂപ്പർവൈസ്, ഡയറക്റ്റ് ആൻഡ് കൺട്രോൾ ദ ലോവർ ലെവൽ മാനേജ്മെന്റ്. ഇവർക്ക് കീഴിലുള്ള ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ത് ചെയ്യുക? അവർ ശരിയായിട്ടാണോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ എന്ത് ചെയ്യുക? നോക്കുക. പിന്നെ എന്താണ്? പ്ലാനിങ് ദ ആക്ടിവിറ്റീസ് ടു ബി ക്യാരിഡ് ഔട്ട് ഇൻ ദർ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവരവരുടെ ഡിപ്പാർട്ട്മെന്റിൽ, ദർ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. കണ്ടോ, ഇപ്പോൾ പർച്ചേസ് മാനേജർ ആണെങ്കിൽ പർച്ചേസ് മാനേജർ എവിടുത്തെ കാര്യമാണ് നോക്കേണ്ടത്? പർച്ചേസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലെ കാര്യമാണ് നോക്കേണ്ടത്. ഇപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ ആണെങ്കിൽ എവിടുത്തെ കാര്യം നോക്കണം? പ്രൊഡക്ഷൻ എന്ന് പറയുന്ന അവരുടെ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ നോക്കണം. ഫിനാൻസ് മാനേജർ എവിടുത്തെ കാര്യം നോക്കണം? ഫിനാൻസ് എന്ന് പറയുന്ന അവരുടെ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ വേണം നോക്കാനായിട്ട്. അങ്ങനെ അതാത് അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാണോ അവിടുത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും നടത്തിക്കുകയും മുന്നോട്ട് കൊണ്ടുപോയി ഒക്കെ ചെയ്യുന്ന ആരാണ്? ഈ പറയുന്ന മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. മനസ്സിലായോ? നമ്മൾ ആദ്യം ടോപ്പ് ലെവൽ മാനേജ്മെന്റ് പറഞ്ഞ കാര്യം എന്തായിരുന്നു? എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കൂടെ ഒന്നിച്ച് അവർ എന്ത് ചെയ്യുന്നു? കോർഡിനേറ്റ് ചെയ്യുന്നു. അതേസമയം അതാത് ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. നോക്കിയേ, അടുത്തത് ഇനി എന്താണ്? ഇവാലുവേറ്റ് പെർഫോമൻസ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ എംപ്ലോയീസ് ആൻഡ് ടേക്കിംഗ് റെമഡിയൽ ആക്ഷൻ. അതായത് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പം ഞാൻ പ്രൊഡക്ഷൻ മാനേജറാണ്, എൻ്റെ കീഴിൽ 5 പേര് പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ 5 പേരുടെ പെർഫോമൻസിന് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൽ ഒരാൾ ശരിക്കല്ല പ്രവർത്തിക്കുന്നത്, അല്ലെ അയാൾ എപ്പോഴും ലീവ് എടുക്കുകയാണ്, അയാൾ കൃത്യമായിട്ട് വരുന്നില്ല, അങ്ങനെയുള്ളപ്പോൾ അയാൾക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാനോ അല്ലെ അയാൾ തിരുത്താനുള്ള ശ്രമം നടത്തേണ്ടതൊക്കെ ആരാണ്? ഈ പറഞ്ഞ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്, അതാത് ഡിപ്പാർട്ട്മെന്റിൽ. കേട്ടോ, ഇനി എന്താണ്? റിപ്പോർട്ടിംഗ് ടു ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും, ഇവരിപ്പോൾ ചെയ്യുന്നൊരു കാര്യമാണെങ്കിലും, ഇവരുടെ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിലും എന്തെങ്കിലും ഒരു റിസൾട്ട് ആണെങ്കിലും, ഇവർ അച്ചീവ് ചെയ്ത എന്തെങ്കിലും കാര്യമാണെങ്കിൽ പോലും അത് ആരെ അറിയിക്കണം? ഇവർ ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെ അറിയിക്കണം. ലാസ്റ്റ് വൺ എന്താണ്? റിക്രൂട്ട് ആൻഡ് സെലക്ട് സബോർഡിനേറ്റ്സ് ആൻഡ് പ്രൊവൈഡ് ദം ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ. ഇവർക്ക് കീഴിലുള്ളവരെ സെലക്ട് ചെയ്യാൻ, അതായത് സൂപ്പർവൈസേഴ്സിനെ സെലക്ട് ചെയ്യാനും അവർക്ക് ആവശ്യമായ സമയത്ത് അവർക്ക് വേണ്ട മോട്ടിവേഷൻസ് ഒക്കെ കൊടുത്ത് അവരെ ഒന്ന് ചിയറപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഈ പറഞ്ഞ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. അപ്പോൾ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആരാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ആണ് ഇവിടെ വരുന്നത്. ഈ പറഞ്ഞ മിഡിൽ ലെവൽ മാനേജ്മെന്റ് വരുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെയും ലോവർ ലെവൽ മാനേജ്മെന്റിന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ലിങ്ക് ആണ് ആരെന്ന് പറയുന്നത്? ഈ മിഡിൽ ലെവൽ മാനേജ്മെന്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടോപ്പ് ലെവൽ പറയുന്ന കാര്യങ്ങൾ ആരെ അറിയിക്കണം? ലോവർ ലെവലിനെ അറിയിക്കണം. ലോവർ ലെവലിലെ കംപ്ലയിൻസും ആരെ അറിയിക്കണം? ടോപ്പ് ലെവലിനെ അറിയിക്കണം. ഇവർക്ക് ആരെയൊക്കെ നിയമിക്കാം? ലോവർ ലെവലിലെ ആൾക്കാരെ നിയമിക്കാം, അവരെ ഡയറക്റ്റ് ചെയ്യാം, അവരെ സൂപ്പർവൈസ് ചെയ്യാം, അവരുടെ പരാതികൾ കേൾക്കാം, അവരെ കറക്റ്റ് ചെയ്യാം, ഇതൊക്കെ എന്ത് ചെയ്യാം? അവർക്ക് ചെയ്യാം. അതുപോലെ അതാത് ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളും ആർക്ക് ചെയ്യാം? ഈ പറഞ്ഞ മിഡിൽ ലെവൽ മാനേജ്മെന്റിന് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഈ ലാസ്റ്റ് വൺ ആണ് എന്ത്? ലോവർ ലെവൽ മാനേജ്മെന്റ്. വർക്കേഴ്സുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മാനേജ്മെന്റ് ലെവലാണ് ഏതെന്ന് പറയുന്നത്? ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റവും കൂടുതലുള്ളൊരു കാറ്റഗറിയാണ് ആര്? ഈ പറഞ്ഞ ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഡേ ടു ഡേ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെ ഡേ ടു ഡേ നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന ആൾക്കാർ ആരാണ്? ഈ പറയുന്ന ലോവർ ലെവൽ മാനേജ്മെന്റിനകത്തുള്ള ആൾക്കാരാണ്. ആരൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ആൾക്കാർ? സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, ക്ലർക്ക്, ഓർക്കുന്നില്ലേ? ഇവരൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ആൾക്കാർ, ഈ ലോവർ ലെവൽ മാനേജ്മെന്റിനകത്ത് വരുന്ന ആൾക്കാർ. ഇവർ ചെയ്യുന്ന കാര്യം എന്താണ്? വർക്കേഴ്സിന് അതാത് ദിവസം ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണെന്ന് അസൈൻ ചെയ്യുക, എന്നിട്ട് അവരത് ചെയ്യുന്നുണ്ടോ നോക്കുക, സൂപ്പർവൈസ് ചെയ്യുക. പിന്നെ ചെയ്യുന്ന കാര്യം എന്താണ്? വർക്കേഴ്സിന് സേഫ്റ്റി ഉണ്ടോ, അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് ആവശ്യത്തിനുള്ള സേഫായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ആണോ നോക്കുക. അതുപോലെ എക്യുപ്മെന്റ്സ് ഒക്കെ എന്താണ്, പ്രവർത്തനം ഉള്ള കാര്യങ്ങളാണോ, അല്ലെ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകളൊക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. അതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണ്? ഇപ്പം നമ്മുടെ വർക്കേഴ്സുമായിട്ടൊക്കെ എന്ത് മെയിൻറ്റെയിൻ ചെയ്യുക? നല്ല ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ഇവരാണ് ആരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്? നമ്മുടെ ഓർഗനൈസേഷനിലെ വർക്കേഴ്സുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ ഏർപ്പെടുക? ഈ പറയുന്ന ലോവർ ലെവൽ മാനേജ്മെന്റ് ഏർപ്പെടുക. എങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് കറക്റ്റ് ചെയ്യാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ എന്തായിട്ട് വരും? ഈസി ആയിട്ട് അവർക്ക് വരും. ഇനി എന്താണ്? അവരുടെ ഹയർ അതോറിറ്റി, ലോവർ ലെവൽ മാനേജ്മെന്റ് ഹയർ അതോറിറ്റി ആരാണ്?
മിഡിൽ ലെവൽ മാനേജ്മെന്റ്. മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ത് കൊടുക്കുക? അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ ഡെയിലി റിപ്പോർട്ടോ വീക്ക്ലി റിപ്പോർട്ടോ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആരെ ബോധ്യപ്പെടുത്തുക? മിഡിൽ ലെവൽ മാനേജ്മെന്റ് അല്ലെ ഹയർ അതോറിറ്റീസിനെ എന്ത് ചെയ്യുക? ബോധ്യപ്പെടുത്തുക. പിന്നെ എന്താണ്? അവരുടെ ഡേ ടു ഡേ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക. ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പം ഒരു ദിവസം 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 10 പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ, എവിടെയാണ് നമുക്ക് കുറവ് വന്നത്, എന്തൊക്കെയാണ് നമുക്കതിനത് ചെയ്യാനുള്ളത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക. ലാസ്റ്റ് വൺ, എന്തെങ്കിലും കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണമെങ്കിൽ അത് എന്ത് ചെയ്യുക? അവരുടെ ഇടയ്ക്ക് വർക്കേഴ്സിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കറക്റ്റീവ് ആക്ഷൻസ്, ഏതെങ്കിലും വർക്കറിൻ്റെ സമയം കൂട്ടിക്കൊടുക്കണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് എക്യുപ്മെൻറ്റ്സിലൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആര് ചെയ്യും? ഇത് ലോവർ ലെവൽ മാനേജ്മെൻറ്റിലെ ആൾക്കാർ അത് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് 3 ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് 3 ലെവൽസ് ഓഫ് മാനേജ്മെന്റ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ലോവർ ലെവൽ മാനേജ്മെന്റ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ് ഒരു കമ്പനിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾക്കാർ. CEO, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇവരൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് വരുന്നതാണ്. ഇവരുടെ പ്രധാന ഡ്യൂട്ടി എന്താണ്? കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യുക, അതുപോലെ പോളിസീസും ഒക്കെ എന്ത് ചെയ്യുക? ഫ്രെയിം ചെയ്യുക, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനെ അപ്പോയിന്റ് ചെയ്യുക. ഇതൊക്കെയാണ് ആരുടെ പ്രധാന ഉദ്ദേശം, ആരുടെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ. മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഇവർ രണ്ടുപേരുടെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും കാര്യങ്ങൾ എന്ത് ചെയ്യുക? പാസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ താഴെയുള്ളവരെ മോണിറ്റർ ചെയ്യുക, അതാത് ഡിപ്പാർട്ട്മെന്റിലെ വർക്കുകൾ എന്ത് ചെയ്യുക. ലോവർ ലെവൽ മാനേജ്മെന്റ് എന്ത് ചെയ്യുക? ഓരോ ദിവസവും ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് പ്ലാൻ ചെയ്യുക, അതുപോലെ വർക്കേഴ്സുമായിട്ട് നല്ലൊരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ അവരുടെ പെർഫോമൻസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക, റിപ്പോർട്ട്സ് ഒക്കെ അവരുടെ ഹയർ അതോറിറ്റീസിനെ അറിയിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്, നമ്മുടെ ലെവൽസ് ഓഫ് മാനേജ്മെന്റിനകത്ത് വരുന്നത്. ക്ലിയർ ആയല്ലോ? നമുക്ക് നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് എന്താണ്? ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞു തുടങ്ങിയ കാര്യം ഇതായിരുന്നു, മാനേജ്മെന്റ് ഇസ് എ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത്. ഇതിനകത്ത് ഈ ഓരോ ഫങ്ഷൻസും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഓരോ ചാപ്റ്റർ ആയിട്ട് ഇനി എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കിപ്പോൾ എന്ത് ചെയ്താൽ മാത്രം മതി? ഒരു ബ്രീഫ് ഔട്ട്ലൈൻ മാത്രം നമുക്ക് എടുത്ത് പോയാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത പാഠങ്ങളിൽ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് മാനേജ്മെന്റ് ഫങ്ഷൻസ്? ദ ആക്ടിവിറ്റീസ് വിച്ച് എ മാനേജർ പെർഫോംസ് ആർ കോൾഡ് ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഒരു മാനേജർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നോ, മാനേജർ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്? ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരു മാനേജർ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ അയാൾ ചെയ്യുന്നത്, അതിനെ നമുക്ക് എന്തെന്ന് പറയാം? മാനേജ്മെന്റ് ഫങ്ഷൻസ് എന്ന് പറയാം. അപ്പം നമുക്ക് പ്രധാനമായിട്ടും കൂൺസ് ഒഡോണലിൻ്റെ അഭിപ്രായ പ്രകാരം നമുക്ക് പ്രധാനമായിട്ടും ഇത്രയും ഫങ്ഷൻസ് ആണ് മാനേജ്മെന്റിലുള്ളത്. ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഇതേ ഓർഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കണം? പഠിച്ചു വെക്കണം. ഇത് കണ്ടോ, ഇതൊരു സൈക്കിൾ പോലാണ്. പ്രൈമറി ഫംഗ്ഷൻ പ്ലാനിങ് ആണ്. പ്ലാനിങ് ആണ് ആദ്യത്തെ ഫംഗ്ഷൻ. പ്ലാനിങ് കഴിയുമ്പോൾ ഓർഗനൈസിങ്, അത് കഴിയുമ്പോൾ സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. കൺട്രോളിങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ അടുത്ത പ്ലാനിങ്ങിലേക്ക് പോവുകയാണ്, ഇല്ലേ? അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത്? ഇതിന് കണ്ടിന്യൂസ് പ്രോസസ്സ്. നമ്മൾ പഠിച്ചില്ല, എന്നാൽ ഫീച്ചർ മാനേജ്മെന്റ് പഠിച്ചപ്പോൾ ഇതിനകത്ത് കണ്ടിന്യൂസ് പ്രോസസ്സ് പറഞ്ഞില്ലേ? ഈ പ്രോസസ്സ് എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്? കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്? കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഓരോന്നിനെ പറ്റി ബ്രീഫായിട്ട് മാത്രം നമ്മൾ ഇപ്പോൾ ഒന്ന് അറിഞ്ഞാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം. അതിനകത്ത് ആദ്യത്തെ ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ് എന്ത്? പ്ലാനിങ്. നമ്മളിപ്പോൾ ഒരു കാര്യത്തെപ്പറ്റി പ്ലാൻ ചെയ്തു. നമുക്ക് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ നമ്മൾ നാളെ അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. നമ്മൾ നേരത്തെ എന്ത് ചെയ്യുന്നു? എന്താണ് ചെയ്യേണ്ടതെന്ന് നേരത്തെ തീരുമാനിച്ചു വെക്കുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ തീരുമാനിച്ചു വെക്കുന്നത്? വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു ആൻഡ് ഹൂ ടു ഡു. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആരാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ മുൻകൂട്ടി ആലോചിച്ച് വെക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? പ്ലാനിങ് എന്ന് പറയും. പ്ലാനിങ് ആണ് മാനേജ്മെന്റിലെ ഫസ്റ്റ് ഫംഗ്ഷൻ, പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആലോചിക്കുന്ന പ്രോസസ്സാണ് എന്ത്? പ്ലാനിങ്. ഇപ്പം നമ്മളൊരു വീട് പണിയണം. വീട് പണിയുമ്പോൾ നേരെ പോയങ്ങ് വീട് പണിയാണോ നമ്മൾ ചെയ്യുന്നത്? അല്ലല്ലോ. നമ്മൾ വീട് പണിയുന്നതിനെപ്പറ്റി നേരത്തെ എന്ത് ചെയ്യണം? പ്ലാനൊക്കെ വരച്ച് നമ്മൾ അതിനെപ്പറ്റി തിങ്ക് ചെയ്യണം, നമ്മൾ ആലോചിക്കണം, നമ്മൾ ഡിസൈഡ് ചെയ്യണം. എൻ്റെ വീടിന് എത്ര മുറികൾ വേണം, എൻ്റെ വീടിൻ്റെ കിച്ചൺ എവിടെ ആയിരിക്കണം, എൻ്റെ വീടിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരിക്കണം, ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്യണ്ടേ? അങ്ങനെ ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷനെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിങ് എന്ന് പറയുന്നത്. It bridges the gap between where we are and where we want to go. നമ്മൾ എവിടെയാണെന്നും, ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ്, എനിക്ക് എത്തേണ്ടത് ഇവിടെയാണ്.
അപ്പോൾ എനിക്കൊരു കൃത്യമായ പ്ലാൻ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് 80% മാർക്ക് വേണം, ഇതാണ് എൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയാം, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 80% എത്തണം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ്, അതായത് എനിക്കിനിയും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, എനിക്കിനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം പെർഫോം ചെയ്യാൻ ഞാൻ പഠിക്കുന്ന രീതികൾ ഇതൊക്കെയാണ്, കുറച്ച് ലിമിറ്റേഷൻസിൽ ഞാൻ ഇവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്ലാൻ ചെയ്യും, ഞാൻ എങ്ങനെയൊക്കെ പഠിച്ചാലാണ് എനിക്കിനി 80% എത്തുന്നത്. നമ്മൾ എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് നമ്മുടെ പരിമിതികളെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്തിട്ട് എവിടേക്ക് നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്നോ അതിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചെയ്തിട്ടില്ലേ, ഇനിയും 10 ദിവസം കൂടെ ഞാൻ ആദ്യത്തെ ദിവസം ഒരു ചാപ്റ്റർ പഠിക്കും, രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി വെക്കാറില്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത്. ബിസിനസ്സിലും നമുക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്യണം, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ച് വെക്കണം. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയും, പ്ലാനിങ് എന്ന് പറയും കേട്ടോ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ എന്താണ്, ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന വാക്ക് എന്താണ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ഈ ഫംഗ്ഷന് എല്ലാം തീരുമാനിച്ച് വെച്ചു, പക്ഷേ ഈ ഫംഗ്ഷന് വേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടില്ല. അല്ല, ഇപ്പോൾ വീട് പണിയണം, വീട് പണിയാൻ ഞാൻ തീരുമാനിച്ച് പ്ലാനും വരച്ചു, പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, സിമെന്റ് ഇറക്കിയിട്ടില്ല, കല്ലിറക്കിയിട്ടില്ല, ഇഷ്ടിക ഇറക്കിയിട്ടില്ല, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണോ എൻ്റെ വീട് പണിയാൻ വേണ്ട റിസോഴ്സസ്, ഇതിനെ ഒന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ അസംബിൾ ചെയ്തിട്ടില്ല. അങ്ങനെ അസംബിൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്, നമ്മൾ തീരുമാനിച്ചു വെച്ചു, പ്ലാൻ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ തീരുമാനിച്ച പ്ലാൻ പ്രകാരം നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്തൊക്കെ റിസോഴ്സസ് അസംബിൾ ചെയ്ത് ഒന്നിച്ച് വെക്കണം, അതിനെപ്പറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഗ്രൂപ്പ് ചെയ്ത് അതിനെ അസംബിൾ ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൻ ആൻഡ് അസൈൻ ദം ടു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇന്ന ആളാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോരുത്തരെയും ഓരോ കാര്യം ഏൽപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ നടക്കാമെന്ന് വിചാരിക്കുക, ഇപ്പോൾ കല്യാണ ഫംഗ്ഷൻ നടക്കാമെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ പറയുകയാണ്, നമ്മൾ നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചു, നമുക്ക് വീഡിയോഗ്രാഫർ വേണം, നമുക്ക് ട്രാവൽ ചെയ്യാൻ വണ്ടി വേണം, ഇതെല്ലാം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ സ്റ്റേജിൻ്റെ കാര്യം എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ പറയാണ്, ഇനി അടുത്ത സ്റ്റെപ്പാണ് എന്ത്, ഓർഗനൈസിങ്. അപ്പോൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് സ്റ്റേജിൻ്റെ കാര്യമെല്ലാം ഇന്ന ആൾ നോക്കണം, അല്ലെ ഇപ്പം നമ്മുടെ ഫുഡിൻ്റെ കാര്യമെല്ലാം ഇന്ന ആൾ നോക്കണം. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോരുത്തരെ ആ ജോലി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതും ഏതിനകത്ത് തന്നെ ഉൾപ്പെടുന്ന കാര്യമാണ്, ഓർഗനൈസിങ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനകത്ത് വരുന്ന കാര്യം തന്നെയാണ്. ഇനി എന്താണ്, ഇറ്റ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് ജോബ് പൊസിഷൻ. നമ്മൾ ഈ ഓർഗനൈസിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്താൽ മാത്രമേ നമ്മൾ ഓർഗനൈസേഷനിൽ ഏതൊക്കെ ജോലി ചെയ്യാൻ ആരൊക്കെ ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റേജ്, വണ്ടി, ഫുഡ്, വീഡിയോ, ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചു. ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ച് നമ്മളതിനെ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്ന ജോലി ചെയ്യാൻ ഒരാളെ കൂടെ ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഫുഡ് ചിലപ്പോൾ ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല, ഒരാളെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൂട്ടത്തിൽ വെക്കാം. അപ്പോൾ ജോബ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏത് സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്, ഓർഗനൈസിങ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യുമ്പോഴാണ് ഏതൊക്കെ ജോബ് പൊസിഷൻസ് ഓരോ ഓർഗനൈസേഷനിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി എന്താണ്, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്സ് എമംഗ് മെമ്പേഴ്സ് ഓഫ് ദി എൻ്റർപ്രൈസ്. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ആൾക്കാർ തമ്മിൽ എന്തുണ്ടാക്കുന്നു, ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്ത് എടുക്കുന്നു. ഈ റിലേഷൻഷിപ്പ് നമ്മൾ ഏതിന് ടേംസിലായിരിക്കും നമ്മൾ ബിൽഡ് ചെയ്യുന്നത്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനായിരിക്കും ഏത് കൂടുതൽ, അതോറിറ്റി കൂടുതൽ, അതുപോലെ ലോവർ ലെവൽ മാനേജ്മെൻറ്റിനായിരിക്കും റെസ്പോൺസിബിലിറ്റി കൂടുതൽ, ഇല്ലേ? അപ്പം നമ്മളൊരു ഓർഗനൈസേഷനിൽ കൃത്യമായിട്ട് എന്ത് ഫോളോ ചെയ്യുക, ഒരു ഓർഗനൈസേഷണൽ ഹൈറാർക്കി ഫോളോ ചെയ്തിട്ട് ഓരോ ആൾക്കാർ ആരുടെയൊക്കെ കീഴിലാണ്, ഇയാൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അയാളും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇയാൾ ആരുടെ ടീമിൽ വരുന്ന ആളാണ്, ഈ കാര്യമൊക്കെ കൃത്യമായിട്ട് ഡ്രോ ചെയ്യുന്നത് ഏത് ഫേസിലാണ്, ഓർഗനൈസിങ് എന്ന് പറഞ്ഞ ഫേസിലാണ്. ഇത് നമുക്കൊരു പാഠമായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി നോക്കി അടുത്ത ഫംഗ്ഷൻ ഏതാണ്, പ്ലാനിങ്, ഓർഗനൈസിങ്. അടുത്ത എന്താണ്, സ്റ്റാഫിങ്. സ്റ്റാഫിങ് എന്ന് പറഞ്ഞ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്, നമ്മൾ ഓർഗനൈസിങ്ങിൽ എത്ര ജോലിക്ക് ആളെ വേണമെന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു, നമ്മൾ ജോബ് പൊസിഷൻസ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചു. ഇനി അവിടെ ആളെ എടുക്കണ്ടേ, ആളെ എടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആളെ എടുക്കുന്ന പ്രോസസ്സിനെയാണ് ആളെ എടുക്കുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാഫിങ് എന്ന് പറയുന്നത്. എൻ്റെ കമ്പനിയിൽ വേരിയസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ഓരോ ആൾക്കാരും റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ് അറ്റ് ദി റൈറ്റ് ടൈം,
കറക്റ്റായിട്ടുള്ള ആളെ കറക്റ്റായിട്ടുള്ള ജോലിയിൽ കറക്റ്റായിട്ടുള്ള സമയത്ത് നമ്മൾ ഹയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഈ സ്റ്റാഫിങ്ങിനകത്ത് വരുന്ന കുറേ ടേംസ് ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. റിക്രൂട്ട്മെൻറ്റ്, അതായത് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇന്ന ജോലിക്ക് ആൾക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക, അതാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് നമുക്ക് വന്ന ആപ്ലിക്കേഷനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അവരെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു, അവരുടെ കരിയർ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നു, പിന്നെ അവരുടെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്രൈസ് ചെയ്യുന്നു. അവരുടെ ഓരോ വർഷത്തെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് എന്ത് കൊടുക്കുന്നു, നമ്മളിപ്പോൾ ബോണസോ ഇൻസെൻറ്റീവോ അങ്ങനെ അവരുടെ ഒരു വർക്ക് പെർഫോമൻസ് നമ്മൾ നടത്തുന്നു. ഇത്രയും കാര്യങ്ങൾ ഏതിനകത്ത് ഉൾപ്പെടുന്നതാണ്, സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു വെച്ചു. ഓർഗനൈസിങ്ങിൽ നമുക്ക് ആ ചെയ്യേണ്ട കാര്യത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം റിസോഴ്സസ് എല്ലാം നമ്മൾ അസംബിൾ ചെയ്തു. സ്റ്റാഫിങ്ങിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓരോ ജോലി ചെയ്യേണ്ട ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചു, നമ്മൾ തിരഞ്ഞെടുത്ത് വെക്കാനായിട്ട് പോവുകയാണ്. ഇനി അടുത്ത ഫംഗ്ഷൻ ഏതാണ്, ഡയറക്റ്റിംഗ്. നമ്മളെല്ലാ ആൾക്കാരെയും സ്റ്റാഫിങ്ങിലൂടെ നമ്മൾ എടുത്തു വെച്ചു. ഇപ്പോൾ ഓരോ ജോലി ചെയ്യാനുള്ള ഓരോ ആൾക്കാർ, നമ്മൾ ഓരോ ജോബ് വേക്കൻസീസ് നമ്മൾ ഫില്ല് ചെയ്ത് എല്ലാവരെയും നമ്മൾ എടുത്തു വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്, ഇവരത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കണ്ടേ. അപ്പോൾ അത് ഇവരെ ചുമ്മാ അങ്ങ് വിടാൻ പറ്റുമോ? നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഇവരെ എന്ത് ചെയ്യണം, ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്, മാനേജ്മെന്റ് ഇൻ ആക്ഷൻ എന്ന് പറയുന്നത്. എന്താണോ നമ്മുടെ ബിസിനസ് ഉദ്ദേശിക്കുന്ന കാര്യം ഇതിനെ നമ്മൾ ചെയ്യിക്കുക, നമ്മൾ ഒരു റിസൾട്ടിൽ കൊണ്ടുവരിക. അത് ഏതിൻ്റെ കീഴിൽ വരുന്ന ഇതാണ്, ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കീഴിൽ വരുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ജോലിക്കെടുത്ത ആൾക്കാരെ സൂപ്പർവൈസ് ചെയ്യുന്നു, അവരോട് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവർക്ക് ഒരു ടീം ലീഡറിനൊക്കെ അസൈൻ ചെയ്ത് കൊടുത്തിട്ട് ആ ടീം ലീഡർക്ക് ആ കൃത്യസമയത്ത് ലീഡർഷിപ്പ് കൊടുക്കുന്നു, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിക്കും, ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫേസിനകത്താണ് സംഭവിക്കുന്നത്. ഇപ്പോൾ പ്ലാൻ ചെയ്തു, ഓർഗനൈസ് ചെയ്തു, നമ്മൾ ആൾക്കാരെ ഹയർ ചെയ്തു, അവരെ നമ്മൾ ഒബ്ജക്റ്റീവ് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡയറക്റ്റ് ചെയ്തു, അവരെ നമ്മൾ ഒരു ദിശ കാണിച്ച് നമ്മൾ അവരെ വിടുന്നു. ഇനി ഇതെല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് വൺ എന്താണ്, കൺട്രോളിങ്. നമ്മളെല്ലാം ചെയ്തു, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ ഇവരെല്ലാം ചെയ്തേക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മെഷർ ചെയ്യുക. ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, കൺട്രോളിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മെഷറിങ് ദി ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദി പ്രീ ഡിറ്റർമൈൻഡ് പ്ലാൻ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്ത പ്ലാൻ പോലാണോ നമ്മൾ ഡയറക്ഷൻ കഴിഞ്ഞപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മെഷർ ചെയ്യുക. എന്നിട്ട് നമ്മൾ വിചാരിച്ചേക്കുന്ന പോലെ ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്യുക, അടുത്ത പ്ലാനിലേക്ക് നമ്മൾ പോവുക. അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതിന് കറക്റ്റീവ് മെഷേഴ്സ് എടുത്ത് നമ്മളതിനെ കറക്റ്റ് ചെയ്യുക. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ സ്റ്റെപ്സാണ് നമ്മുടെ കൺട്രോളിങ്ങിനകത്തുള്ളത്. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ബ്രീഫായിട്ടൊന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മൾ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നു. ഇന്നതാണ്, അല്ലെങ്കിൽ ഈ മാസം എനിക്ക് അച്ചീവ് ചെയ്യേണ്ടത് ഇത്രയാണ്, നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചു. അടുത്ത എന്താണ്, നമ്മൾ ആക്ച്വലി എത്ര പ്രൊഡ്യൂസ് ചെയ്ത് നോക്കണം. ഇപ്പോൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചത് ഈ മാസം 500 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചതെന്ന് വിചാരിക്കുക. നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്തപ്പോൾ 400 ഉള്ളൂ. ഇതിന് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഈ പറഞ്ഞ ഇത് രണ്ടും കമ്പയർ ചെയ്യുക, ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഇവിടെ ഡീവിയേഷൻ ഉണ്ട് ഇല്ലേ, 500 വേണ്ടിടത്ത് എത്ര വന്നിട്ടുള്ളൂ, 400 വന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു 100 യൂണിറ്റ് എന്ത് വന്നിട്ടില്ല, നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കുക, കറക്റ്റീവ് ആക്ഷൻസ് നമ്മൾ എടുക്കുക. അപ്പോൾ ഇത്രയുമാണ് എന്തിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു മീനിങ് ഒന്ന് അറിഞ്ഞു വെക്കുക. കൺട്രോളിങ്ങിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്, നമ്മൾ നേരത്തെ ഡിറ്റർമൈൻ ചെയ്ത പ്ലാൻസ് പോലാണോ കാര്യങ്ങൾ നടന്നതെന്ന് നമ്മൾ ആക്ച്വൽ പെർഫോമൻസിനെ വെച്ച് എന്ത് ചെയ്ത് നോക്കുന്നു, കമ്പയർ ചെയ്ത് നോക്കുന്നു. അതാണ് ഏത് ഫേസിനകത്ത് വരുന്നത്, കൺട്രോളിങ് എന്ന് പറയുന്ന ഫേസിനകത്ത് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയുമാണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. ഏതൊക്കെയാണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഇതേ ഓർഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കണം, പഠിച്ചു വെക്കണം. ഒരു മാനേജർ ഈ ഓർഡറിലാണ് ഓർഗനൈസേഷനിൽ കാര്യം ചെയ്യുന്നത്. അല്ലാതെ ആദ്യമേ പോയി അവർ ആൾക്കാരെ എടുത്തിട്ടല്ല പ്ലാൻ ചെയ്യുന്നത്. പ്ലാൻ ചെയ്ത് റിസോഴ്സ് എല്ലാം അസംബിൾ ചെയ്തതിന് ശേഷം ആൾക്കാരെ എടുത്ത് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചതിന് ശേഷം അവർ ചെയ്തേക്കുന്ന കാര്യം ശരിയാണോ, നമ്മുടെ സ്റ്റാൻഡേർഡ്സുമായിട്ട് മീറ്റ് ചെയ്തതാണോ അവർ നോക്കുന്നത്. അപ്പോൾ ഇതേ ഓർഡറിൽ എന്ത് ചെയ്ത് പഠിക്കണം, നിങ്ങൾ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് പഠിക്കണം. ക്ലിയർ ആയോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓരോ ഫങ്ഷൻസ് ഓരോ പാഠമായിട്ട് നമുക്കിനി പഠിക്കാനുണ്ട്. അന്നേരം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇനി ജസ്റ്റ് ലാസ്റ്റ് ഒരു ചെറിയൊരു കോൺസെപ്റ്റ് കൂടെ ഉള്ളൂ, നമ്മുടെ ഈ പാഠം തീരുവാണ്. നമ്മുടെ ലാസ്റ്റ് കോൺസെപ്റ്റ്, ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് കോൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, കോർഡിനേഷൻ. കോർഡിനേഷൻ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ട് കാണുമല്ലോ ഇല്ലേ? ഇപ്പം നമ്മൾ ഒരു 10 പേർ ഒന്നിച്ചൊരു ഡാൻസ് കളിക്കാമെന്ന് വിചാരിക്കും, ഒരു സ്റ്റേജിൽ ഒരു ഡാൻസ് കളിക്കണം.
ഈ ഡാൻസ് കളിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന ഒരു ഫാക്റ്റാണ് എന്ത്, കോർഡിനേഷൻ ഉണ്ടോ എന്ന്, ഇല്ലേ? നമ്മൾ കളിക്കുന്ന സ്റ്റെപ്പുകളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോർഡിനേറ്റഡ് ആണോ, വെൽ കോർഡിനേറ്റഡ് ആണോ? അല്ല ഒരാൾ ഒരു കൈ പൊക്കുമ്പോൾ അടുത്ത ആൾ ഇടത്തെ കൈ പൊക്കും, അല്ല ഒരാൾ വലത്തെ കാല് പൊക്കുമ്പോൾ അടുത്ത ആൾ ഇടത്തെ കാല് പൊക്കും, ഇങ്ങനെയാണോ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഒന്നിച്ച് പോകുന്നുണ്ടോ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോർഡിനേഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മാനേജ്മെന്റിൽ കോർഡിനേഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ എസെൻസ് ഓഫ് മാനേജ്മെന്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. മാനേജ്മെന്റിന്റെ ആത്മാവ് തന്നെ എന്താണ്, കോർഡിനേഷൻ ആണ്. കാരണം മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, ഈ പലരും ചെയ്യുന്ന കാര്യത്തെ ഒന്നിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് അല്ലെ എസെൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, കോർഡിനേഷൻ ആണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറ്റെല്ലാ മാനേജറിയൽ ഫംഗ്ഷൻസിനെയും ഒന്നിച്ച് കൊണ്ടുപോകുക എന്നുള്ള ഒരു വലിയ കാര്യമാണ് എന്തെന്ന് പറയുന്നത്, കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫോഴ്സ് ദാറ്റ് കണക്ട്സ് ഓൾ അതർ മാനേജറിയൽ ഫംഗ്ഷൻ. നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം, പല റിസോഴ്സ് അസംബിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, നമ്മൾ 10 കൂടുതൽ ആൾക്കാരെ ഹയർ ചെയ്തിട്ടുണ്ടായിരിക്കാം, നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതിനെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ കോർഡിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, മാനേജ്മെന്റിന്റെ എസെൻസ് ആണ്, ആത്മാവാണ് എന്തെന്ന് പറയുന്നത് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ്, എന്തിനൊക്കെയാണ് കോർഡിനേഷൻ്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മൾ ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് ഗ്രൂപ്പ് എഫേർട്ട്. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന എഫേർട്ട്, ഇപ്പം നമ്മൾ ഡാൻസ് കളിക്കുന്ന എക്സാമ്പിൾ നേരത്തെ പറഞ്ഞില്ലേ, ഓരോരുത്തരും സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഈ ഓരോരുത്തർ പഠിച്ച സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നിച്ച് മനോഹരമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ എന്ത് ചെയ്യത്തുള്ളൂ, ഫൈനൽ റിസൾട്ട് നമുക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഓരോരുത്തർ പഠിച്ച ആ ഒരു സ്റ്റെപ്പിനെ എന്ത് ചെയ്യുക, ഒന്നിച്ച് കൊണ്ടുവന്നൊരു ഗ്രൂപ്പ് എഫേർട്ടാക്കി മാറ്റുക. അതാണ് ഏത് വഴി നടക്കുന്നത്, കോർഡിനേഷൻ വഴി നടക്കുന്നത്. നെക്സ്റ്റ്, എൻഷുവേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിനെല്ലാം ഒരു യൂണിറ്റ് കൊണ്ടുവരിക. അല്ലാതെ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഡാൻസ് എന്ന് പേര് പറയുമ്പോൾ തന്നെ 10 പേര് 10 രീതി കളിക്കുന്നതല്ല ഗ്രൂപ്പ് ഡാൻസ് അല്ലേ. 10 പേര് വേണം, എന്നാൽ അവർ ഒരേ രീതിയിൽ എന്ത് ചെയ്യണം, കളിക്കണം, അല്ലെങ്കിൽ അവർ തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെല്ലാം കൂടെ നമ്മൾ യൂണിഫൈ ചെയ്യുന്നു. അത് എൻഷുർ ചെയ്യുന്നത് ഏത് വഴിയാണ്, കോർഡിനേഷൻ വഴിയാണ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മൾ ഓരോ ഫംഗ്ഷൻസ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ആ ഫംഗ്ഷൻസ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അല്ലാതെ ഞാൻ ഇന്ന് കോർഡിനേറ്റ് ചെയ്തു ഇനിയിപ്പോൾ അടുത്ത വർഷം ആവട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറിയിരിക്കാനായിട്ട് പാടില്ല. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ പ്ലാനിങ്ങിന് പല കാര്യങ്ങളും നമ്മൾ കോർഡിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ഓർഗനൈസിങ്ങിന് പല കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അടുത്ത പെർവാസീവ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സലാണ്. എല്ലായിടത്തും നമ്മൾ ചെറിയ ബിസിനസ് ആണെങ്കിലും വലിയ ബിസിനസ് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും സ്കൂളാണെങ്കിലും ആശുപത്രി ആണെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിലും എവിടെ ആണെങ്കിലും ഏത് വേണം, അവരുടെ ആക്ടിവിറ്റീസ് ഫൈനൽ എൻഡ് റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ എന്ത് കൂടിയേ പറ്റൂ, കോർഡിനേഷൻ കൂടിയേ പറ്റൂ. അടുത്ത റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇല്ലേ, പർച്ചേസ്, സെയിൽസ്, പ്രൊഡക്ഷന്, പിന്നെ പല ഡിപ്പാർട്ട്മെന്റ് നമുക്കുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള മാനേജേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് എന്ത്, ആ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അതാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ എന്താണ് പറയുന്നത്, ഡെലിബറേറ്റ് ഫംഗ്ഷൻ. ഡെലിബറേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, മനഃപൂർവ്വമായിട്ട് ഇല്ലേ. നമ്മൾ വേണമെന്ന് വെച്ച് തന്നെ ചെയ്താൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, കോർഡിനേഷൻ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ തനിയെ ഇതെല്ലാം കോർഡിനേറ്റ് ആയി പൊക്കോളും എന്ന് പറഞ്ഞാൽ എന്തുണ്ടാകത്തില്ല, നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകില്ല. അപ്പം നമ്മൾ മാനേജേഴ്സ് ഡെലിബറേറ്റ് ആയിട്ട് വേണമെന്ന് വെച്ചുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത്, കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോർഡിനേഷൻ? കോർഡിനേഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ എസെൻസ് ആണ്. മാനേജ്മെൻറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഈ കോർഡിനേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പല ഫേസിൽ അല്ലെ പല ഫങ്ഷൻസിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നിച്ച് ഒരു കോമൺ ഗോളിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഏതിലൂടെയാണ്, ഈ പറയുന്ന കോർഡിനേഷനിലൂടെയാണ്. ഈ കോർഡിനേഷൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞത്, കോർഡിനേഷൻ ജസ്റ്റ് ലൈക്ക് എ സിമെന്റ് ഇൻ ദി കോൺക്രീറ്റ് മിക്സ്. നമ്മൾ ഒന്നിച്ചാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്ന്. അതിനകത്തെ ഫീച്ചേഴ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു, ഗ്രൂപ്പ് എഫേർട്ട്, ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ എഫേർട്ടിനെ നമ്മൾ ഒന്നിച്ചാക്കി ഗ്രൂപ്പ് എഫേർട്ടായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അടുത്ത എല്ലാവരുടെ ആക്ഷൻസിൻ്റെ ഒരു യൂണിറ്റ് കൊണ്ടുവരുന്നു. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു. എല്ലാ ലെവൽസിലും നമുക്കിത് ആവശ്യമായിട്ടുണ്ട്. അതാത് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ മാനേജേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതൊരു ഡെലിബറേറ്റ് ഫംഗ്ഷനാണ്. വേണമെന്ന് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കോർഡിനേഷൻ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇനി ലാസ്റ്റ് കാര്യമാണ് എന്തുകൊണ്ടാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ജസ്റ്റ് പോയിന്റ്സ് നമുക്ക് നോക്കിപ്പോവാം. നമ്മുടെ ഓർഗനൈസേഷനിൽ എഫിഷ്യൻസി കൊണ്ടുവരാനായിട്ട് എന്താണ് എഫിഷ്യൻസി, കോസ്റ്റ് കുറവിൽ, വേസ്റ്റേജ് കുറവിൽ, കൂടുതൽ സാധനങ്ങൾ അല്ല ടാർഗറ്റ് അച്ചീവ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു, നമുക്ക് ഈ വേസ്റ്റേജ് കുറയ്ക്കാനും കോസ്റ്റ് കുറയ്ക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നു. അതാണ് ഒന്നാമത്തെ, ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി. രണ്ടാമത് ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഇല്ലേ, പ്രൊഡക്ഷന്, സെയിൽസ്, ഫിനാൻസ്, പ്രൊഡക്ഷന്, പർച്ചേസ്, ഇങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിൻ്റെയും ജോലികൾ വേറെ വേറെ.
പ്രൊഡക്ഷൻ ചെയ്യുന്ന കാര്യമാണോ സെയിൽസുകാർ ചെയ്യുന്നത്? സെയിൽസുകാർ ചെയ്യുന്ന കാര്യമാണോ ഫിനാൻസുകാർ ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പോൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റിന് അവരുടേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള രീതികളുണ്ട്, അവരുടേതായിട്ടുള്ള പോളിസീസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പല ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്ന ഈ പല കാര്യങ്ങളും പലതായതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിച്ച് ബൈൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ഈ പറയുന്ന നമ്മുടെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി അടുത്ത് എന്താണ്? സ്പെഷ്യലൈസേഷൻ. നമ്മുടെ ഇപ്പോഴത്തെ ഓർഗനൈസേഷൻസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആര് കാണും? സ്പെഷ്യലിസ്റ്റുകൾ കാണും ഏതെങ്കിലും ഒരു മേഖലയിൽ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയും. ഇപ്പോൾ ടാക്സ് സ്പെഷ്യലിസ്റ്റ്, അങ്ങനെയൊക്കെ നമുക്ക് ചില ഏരിയാസിൽ കൂടുതൽ അറിവുള്ള ആൾക്കാരെ നമുക്ക് എന്തായിട്ട് നിയമിക്കാം? സ്പെഷ്യലിസ്റ്റുകളായിട്ട് നിയമിക്കാം. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉള്ളതുപോലെ തന്നെ പല സ്പെഷ്യലിസ്റ്റുകൾ കാണും. ഈ പല സ്പെഷ്യലിസ്റ്റുകളുടെയും അഭിപ്രായങ്ങളും അവരുടെ ഇൻഡിവിജ്വൽ എഫേർട്ടുകളും ഒക്കെ വ്യത്യാസമായിരിക്കും. ഇതും നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് പോകണം? ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്പെഷ്യലൈസേഷൻ ഓരോ ഓർഗനൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ എന്ത് ആവശ്യമായിട്ട് വരും? കോർഡിനേഷൻ ആവശ്യമായിട്ട് വരും. ലാസ്റ്റ് വൺ എന്താണ്? ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ റിലേഷൻ. നമ്മൾ വർക്ക് ചെയ്യുന്നത് ആൾക്കാരാണ്. അപ്പോൾ ആൾക്കാരുടെ രീതികൾ മനസ്സിലാക്കാനായിട്ടും ആൾക്കാരുടെ നീഡ്സ് മനസ്സിലാക്കി അവരെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നമ്മൾ അവരുമായിട്ട് കൂടുതൽ ഇടപഴകുമ്പോഴും അല്ലെ അവരുടെ ആക്ടിവിറ്റീസിനെല്ലാം നമ്മൾ ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി അടുത്ത എന്താണ്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നമ്മുടെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എല്ലാവരും ഒരേ സ്ഥലക്കാരും ഒരേപോലെ ചിന്തിക്കുന്നവരും ഒരേ ലാംഗ്വേജ് പറയുന്നവരും ഒക്കെ ആവണമെന്നുണ്ടോ? ഇപ്പം നമ്മൾ തന്നെ ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സിൽ നിന്നുള്ളവരൊക്കെ എന്തുണ്ട്? ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവർ കാണും ഇല്ലേ? അപ്പോൾ അവരുടെ കൾച്ചർ വ്യത്യാസം കാണും, ലാംഗ്വേജ് വ്യത്യാസം കാണും, അവരുടെ ആറ്റിറ്റ്യൂഡ്സിൽ വ്യത്യാസം കാണും ഇല്ലേ? ഓരോ രീതിയിലും വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ ഈ പല വ്യത്യസ്തരായിട്ടുള്ള പലരെയും ഒന്നിപ്പിച്ച് കൊണ്ടുവരിക, അതാണ് ഏത് വഴി നമ്മൾ നടത്തുന്നത്? കോർഡിനേഷൻ വഴി നമ്മൾ നടത്തുന്നത്. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയാണ് ഓർഗനൈസേഷനിൽ കോർഡിനേഷൻ ആവശ്യമായിട്ടുള്ളത്? ഒന്നാമത്തത് എഫിഷ്യൻസി, കോസ്റ്റ് കുറയ്ക്കാനും വേസ്റ്റേജ് കുറച്ച് പ്രൊഡക്ഷൻ നടത്താനായിട്ട് ഏത് കൂടിയേ പറ്റൂ? കോർഡിനേഷൻ കൂടിയേ പറ്റൂ. രണ്ടാമത്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പല ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ പല ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ആക്ടിവിറ്റീസിനെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഏത് കൂടിയേ പറ്റൂ? കോർഡിനേഷൻ കൂടിയേ പറ്റൂ. അതുപോലെ സ്പെഷ്യലൈസേഷൻ, നമുക്ക് പല ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉള്ള പോലെ തന്നെ നമുക്ക് പല മേഖലകളിലും എന്തുണ്ട്? സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇവരിടുന്ന ഈ എഫേർട്സിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരുമിപ്പിച്ച് കൊണ്ടുപോകണം. അല്ലെ ഓരോരുത്തരുടെയും എഫേർട്സ് വേറെ വേറെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ഫൈനൽ റിസൾട്ട് എത്താനായിട്ട് ഡിലേ ഉണ്ടാവും. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്ത് പോകണം? ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ലാസ്റ്റ് വണ്ണിൽ സെക്കൻഡ് ലാസ്റ്റ് വൺ എന്താണ്? ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ റിലേഷൻ. നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കുറച്ചും കൂടെ മനസ്സിലാക്കിയെടുക്കണം. അവരെടുക്കുന്ന എഫേർട്ടും അവരുടെ കണ്ടീഷൻസും അവരുടെ പരാതികളും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടക്കുന്നത് വഴി നമുക്ക് അവരുടെ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ലാസ്റ്റ് വൺ എന്താണ്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പലതായതുകൊണ്ട് തന്നെ അവരുടെ രീതികളും സ്വഭാവങ്ങളും അപ്രോച്ചുകളും എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവരെ നമുക്ക് മനസ്സിലാക്കി കോമൺ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ട് സഹായിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്റർ 1 പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് എന്താണ്? ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, നേച്ചർ, ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ഒബ്ജക്റ്റീവ്സ്, പിന്നെ അതുപോലെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, കോർഡിനേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് പിന്നെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സായിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് 4ാമത്തെ പാഠം തൊട്ട് എന്ത് ചെയ്യാനുണ്ട്? ഓരോ ചാപ്റ്റേഴ്സും പഠിക്കാനുള്ളത് ഇതിനെപ്പറ്റി തന്നെയാണ്, ഈ പറയുന്ന ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് തന്നെയാണ്. പിന്നെ ലാസ്റ്റ് കോർഡിനേഷൻ എന്താണെന്നൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കി എന്ത് ചെയ്യുക? നിങ്ങൾ വെക്കുക. ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ നമുക്ക് ഈ എക്സാം എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അതുകൊണ്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ടാറ്റ മോട്ടോഴ്സ് ടാർഗറ്റഡ് എ പ്രൊഡക്ഷൻ ഓഫ് 1000 നാനോ കാർസ് ഇൻ എ മന്ത്. The management achieved this target by using more resources than actually needed. In this case, the management is effective and efficient only, effective but not efficient, neither efficient nor effective. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിയേ, ഈ ക്വസ്റ്റ്യനകത്ത് ഇവരുടെ ടാർഗറ്റ് എത്രയായിരുന്നു? 1000 നാനോ കാർസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ടാർഗറ്റ്. ഇവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തോ ഇല്ലയോ? മാനേജ്മെന്റ് അച്ചീവ്ഡ് ദിസ് ടാർഗറ്റ്. ഇവർ ടാർഗറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഏത് മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്? എഫിഷ്യൻസി വേഴ്സസ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
അപ്പൊ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വർക്കിനെ എന്തെന്ന് പറയാം? എഫക്റ്റീവ് എന്ന് പറയാം, ഇല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർക്ക് എന്താണ്? എഫക്റ്റീവ് ആണ്. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? ഇത് എഫക്റ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലായി, കാരണം എന്താണ്? ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് എഫിഷ്യൻ്റ് ആണെന്ന് നോക്കണം. എഫിഷ്യൻ്റ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? മിനിമം കോസ്റ്റ് ഉപയോഗിച്ചും മിനിമം റിസോഴ്സസ് ഉപയോഗിച്ചും മിനിമം വേസ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഈ പറയുന്ന പ്രൊഡക്ഷൻ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. നോക്കിയേ, ഇവിടെ എങ്ങനെയാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്തേക്കുന്നത്? ബൈ യൂസിങ് മോർ റിസോഴ്സസ് ദാൻ ആക്ച്വലി നീഡഡ്. നമുക്ക് ആവശ്യമായ റിസോഴ്സസിനെക്കാളും കൂടുതൽ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? എഫക്റ്റീവ് ആണ്. പക്ഷേ റിസോഴ്സസ് നമ്മൾ എന്താണ്? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനെക്കാട്ടി കൂടുതലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് കൂടുതലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് കൂടുതലാണ്, ഇതിനെ എഫിഷ്യൻ്റ് എന്ന് പറയാമോ? പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എഫിഷ്യൻ്റ് ആണെന്ന് പറയണമെങ്കിൽ ഏത് കുറയണം? കോസ്റ്റും വേസ്റ്റേജും എല്ലാം കുറഞ്ഞിരിക്കുവാണെങ്കിൽ മാത്രമേ ഇതിനെ എന്തെന്ന് പറയാൻ പറ്റുള്ളൂ, നമുക്ക് എഫിഷ്യൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഇയാൾ എഫക്റ്റീവ് ആണ്. അപ്പോൾ ഇവിടെ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് എന്നുള്ള ഓപ്ഷൻ കറക്റ്റ് ആണോ? അല്ല. ഇയാൾ എഫിഷ്യൻ്റ് ഒള്ളി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എഫിഷ്യൻ്റ് ഒള്ളി എന്നുള്ള ആൻസർ നമുക്ക് ഉണ്ട്. പിന്നെന്താണ്? എഫക്റ്റീവ് ബട്ട് നോട്ട് എഫിഷ്യൻറ്റ്. ഇയാൾ എഫക്റ്റീവ് ആണ് ബട്ട് എന്തല്ല? എഫിഷ്യൻ്റ് അല്ല എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നെയ്തർ എഫിഷ്യൻറ്റ് നോർ എഫക്റ്റീവ്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഓരോ ഓപ്ഷൻ നമ്മൾ നോക്കണം. ആദ്യത്തെ അല്ല നമ്മൾ എന്തായാലും മനസ്സിലാക്കി. ഇയാൾ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് അല്ല. ഇയാൾ എന്താണ്? എഫക്റ്റീവ് ആണ്, പക്ഷെ എന്തല്ല? എഫിഷ്യൻ്റ് അല്ല. അപ്പം നമുക്കിങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. എഫിഷ്യൻ്റ് ഒള്ളി അല്ലെങ്കിൽ എഫക്റ്റീവ് ബട്ട് നോട്ട് എഫിഷ്യൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ നോക്കണം, ഇതിനകത്ത് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? എഫക്റ്റീവ് ആണ്. അപ്പോൾ ഇതിനകത്ത് എഫക്റ്റീവ് ആണ്. കണ്ടോ, നമ്മൾ ആ ഓപ്ഷനകത്ത് എഫക്റ്റീവ് എന്ന വാക്ക് നമ്മൾ നോക്കണം. എഫക്റ്റീവ് ആണ് ബട്ട് എന്തല്ല? എഫിഷ്യൻ്റ് അല്ല. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ? നമ്മുടെ ഓപ്ഷൻ 3 ആണ് എന്തിൻ്റെ ആൻസർ? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ നോക്കണം ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാൾ എന്താണ്? അയാൾ എഫക്റ്റീവ് ആണ്. പക്ഷേ അയാൾ കോസ്റ്റ് കുറവാണ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നോക്കുക. കോസ്റ്റ് കുറവാണെങ്കിൽ അയാൾ എഫിഷ്യൻ്റ് ആണ്. കോസ്റ്റ് കൂടുതലാണെങ്കിൽ അയാൾ എന്തല്ല? എഫിഷ്യൻ്റ് അല്ല. അപ്പോൾ ഓപ്ഷൻസ് കൃത്യമായിട്ട് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആൻസർ ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ത് ചെയ്യാം? എഫിഷ്യൻസി വേഴ്സസ് എഫക്റ്റീവ്നെസ്സിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സ്ലൈഡ് നോക്കിയേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് മാനേജ്മെന്റ്? മാനേജ്മെന്റിനെ പറ്റി പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ്? നോക്കിയേ, മാനേജ്മെന്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെന്റ് ഇൻവോൾവ്സ് മാനേജിങ് പീപ്പിൾ അറ്റ് വർക്ക്. മാനേജ്മെന്റ് ഇസ് സ്റ്റാറ്റിക്. മാനേജ്മെന്റ് ഇസ് ഓൺലി നീഡഡ് ഇൻ ടോപ്പ് ലെവൽ. ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒന്നാമത് നോക്കിയേ, മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. കറക്റ്റ് ആണല്ലോ? അപ്പോൾ ഇത് ശരിയാണ്. രണ്ടാമത്തെ, മാനേജ്മെന്റ് ഇൻവോൾവ്സ് മാനേജിങ് പീപ്പിൾ അറ്റ് വർക്ക്. മാനേജ്മെന്റ് നടക്കുന്ന കാര്യം എന്താണ്? നമ്മൾ മൾട്ടി ഡയമെൻഷണൽ എന്ന് പറഞ്ഞൊരു ഫീച്ചർ പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പോൾ പറഞ്ഞായിരുന്നില്ലേ? 3 കാര്യങ്ങളാണ് മാനേജ്മെന്റ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. മാനേജിങ് വർക്ക്, മാനേജിങ് പീപ്പിൾ, മാനേജിങ് ഓപ്പറേഷൻ. അപ്പോൾ അതിനകത്ത് മാനേജിങ് പീപ്പിൾ അറ്റ് വർക്ക് എന്ന് പറയുന്ന കാര്യം എന്താണ്? ശരിയാണ്. മൂന്നാമത്തെ, മാനേജ്മെന്റ് ഇസ് സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഇതിനകത്ത് ഡൈനാമിക് എന്നൊരു വാക്ക് പഠിച്ചോർക്കുന്നുണ്ടോ? ഡൈനാമിക് എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ചസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞത് ഡൈനാമിക്. അല്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ഡൈനാമിക് എന്ന് പറയുന്നത്. ഈ ഡൈനാമിക് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് വാക്കാണ് എന്ത്? സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. അതായത് ഒരിക്കലും മാറാത്ത, റിജിഡ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് ഏതിൻ്റെ അർത്ഥം? സ്റ്റാറ്റിക് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പം മാനേജ്മെന്റ് അങ്ങനത്തെ ഒന്നാണോ? മാനേജ്മെന്റ് ഇങ്ങനെ റിജിഡ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണോ? അല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. മാനേജ്മെന്റ് എങ്ങനെയുള്ളതാണ്? മാനേജ്മെന്റ് ഡൈനാമിക് ആണ്, ഇല്ലേ? മാനേജ്മെന്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി ലാസ്റ്റോട് നോക്കിയേ, മാനേജ്മെന്റ് ഇസ് ഓൺലി നീഡഡ് ഇൻ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. അത് ശരിയാണോ? നമ്മൾ അങ്ങനെയാണോ പഠിച്ചത്? മാനേജ്മെന്റ് പെർവാസീവാ. പെർവാസീവ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെന്റിലും എല്ലാ ഓർഗനൈസേഷനിലും എന്ത് വേണം? മാനേജ്മെന്റ് വേണം. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്? എയും ബിയും കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് നോക്കണം. ഈ ഓപ്ഷൻ അല്ല, ഇതല്ല. ഇവിടെ എന്തുണ്ട്? എ ആൻഡ് ബി ഒള്ളി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റ്സും നോക്കണം. ഓരോ സ്റ്റേറ്റ്മെന്റ്സും നോക്കിയിട്ട് അതിൽ കറക്റ്റ് ഏതാണെന്ന് നമ്മൾ നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ, വിച്ച് മാനേജ്മെന്റ് ഫീച്ചർ ഈസ് എക്സ്പ്ലെയിൻ ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്ത് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് ഏത് മാനേജ്മെന്റ് ഫീച്ചറിനെ പറ്റിയാണ് നമ്മൾ പ്രതിപാദിച്ചിരിക്കുന്നത്? The presence of management is visualized by its result.
മാനേജ്മെന്റിന്റെ പ്രസൻസ് അതിന് റിസൾട്ട്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ ഫീച്ചേഴ്സ് പഠിച്ച കാര്യം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. ഏതൊക്കെയാ ഫീച്ചേഴ്സ് പഠിച്ചേ? നമ്മൾ ഗോൾ ഓറിയന്റഡ് പഠിച്ചു, പെർവാസീവ് പഠിച്ചു, മൾട്ടി ഡയമെൻഷണൽ പഠിച്ചു, ഇല്ലേ? അതുപോലെ നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റി പഠിച്ചു, ഡൈനാമിക് പഠിച്ചു, ഇൻടാഞ്ചിബിൾ പഠിച്ചു. ഇങ്ങനെ നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് പഠിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇതുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന എന്താണെന്ന് നോക്കണം. മാനേജ്മെന്റ് ഇസ് മൾട്ടി ഡയമെൻഷണൽ. മൾട്ടി ഡയമെൻഷണൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? 3 കാര്യങ്ങളെ മാനേജ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വർക്ക്, പീപ്പിള്, ഓപ്പറേഷൻ. അതിനെപ്പറ്റി എന്തെങ്കിലും ആണോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? അല്ലല്ലോ. 3 കാര്യങ്ങളെ മാനേജ് ചെയ്യുന്ന കാര്യത്തെ പറ്റി ഒന്നും അല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ഓപ്ഷൻ അല്ല. മാനേജ്മെന്റ് ഇസ് മൾട്ടി ഡയമെൻഷണൽ എന്നുള്ള ഓപ്ഷന്റെ എക്സ്പ്ലനേഷൻ അല്ല എന്ത് കൊടുത്തിരിക്കുന്നത്, ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഇനി മാനേജ്മെന്റ് ഇസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. ഇൻടാഞ്ചിബിൾ ഫോഴ്സ് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞായിരുന്നു ഇൻടാഞ്ചിബിൾ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് കാണാനോ തൊടാനോ ഒന്നും പറ്റത്തില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ റിസൾട്ട്സ് വഴി അതിന്റെ നമുക്ക് പ്രസൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുമായിട്ട് എന്ത് ചെയ്ത് പോകുന്നുണ്ട്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് യോജിച്ച് പോകുന്നുണ്ട്, ഇല്ലേ? നോക്കിയേ, പ്രസൻസ് ഓഫ് മാനേജ്മെന്റ് ഇസ് വിഷ്വലൈസ്ഡ് ബൈ ഇറ്റ്സ് റിസൾട്ട്. നമുക്ക് കാണാനോ തൊടാനോ ഒന്നും പറ്റത്തില്ല, പക്ഷേ മാനേജ്മെന്റിന്റെ റിസൾട്ട് ഏത് വഴി നമുക്ക് കാണാൻ പറ്റും? അതിന്റെ റിസൾട്ട് വഴി നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഓപ്ഷൻ അവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് നോക്കാം. ബാക്കി ഓപ്ഷൻസ് കൂടെ നമുക്ക് കൺസിഡർ ചെയ്യണമല്ലോ. മാനേജ്മെന്റ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഗ്രൂപ്പ് ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? അല്ല. ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും അവരുടെ ഇൻഡിവിജ്വൽ എഫേർട്സിനെ ഒന്നിച്ച് റീകൺസിൽ ചെയ്തിട്ട് അവർ കോമൺ ഒബ്ജക്റ്റീവ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഏതിന്റെ അർത്ഥം? ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ അർത്ഥം. അപ്പൊ അതുമല്ല. ഇനി മാനേജ്മെന്റ് ഇസ് എ ഡൈനാമിക് ഫംഗ്ഷൻ. ഡൈനാമിക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻ. അതിനെപ്പറ്റിയുള്ള കാര്യവും അല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? മാനേജ്മെന്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. ഇൻടാഞ്ചിബിൾ എന്ന വാക്കിന്റെ അർത്ഥം കാണാനോ തൊടാനോ പറ്റാത്ത കാര്യം എന്നാണ്. അപ്പൊ മാനേജ്മെന്റ് നമുക്ക് ഫിസിക്കലി കാണാനോ തൊടാനോ ഒന്നും പറ്റില്ല, അതിന്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. മാനേജ്മെന്റിൽ എങ്ങനെ അത് ഫീൽ ചെയ്യാൻ പറ്റും? അതിന്റെ റിസൾട്ട് വഴി നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? മാനേജ്മെന്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ് ഇതിന്റെ ആൻസർ. ക്ലിയർ ആണല്ലോ അല്ലേ? ഇന്നൊക്കെ Rohit is running a biscuit factory with 100 workers, but Rohit failed to provide safe working environment to workers. Which objective of business is not fulfilled here? രോഹിത് എന്ന് പറയുന്ന ആളൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോവുകയാണ്. അവിടെ 100 വർക്കേഴ്സും ഉണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യം എന്താണ്? ഫെയിൽ ടു പ്രൊവൈഡ് സേഫ് വർക്കിംഗ് എൻവയോൺമെന്റ് ടു വർക്കേഴ്സ്. ആർക്കാണ്? വർക്കേഴ്സിന് എന്ത് കൊടുക്കാൻ പറ്റിയില്ല? സേഫ് ആയിട്ടൊരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റിയില്ല? ഈ രോഹിത്തിന് പറ്റിയില്ല. അപ്പൊ വർക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഏതിനകത്ത് വരും? ഈ പറയുന്ന പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിനകത്ത് വരും, ഇല്ലേ? നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിനകത്ത് പറഞ്ഞ കാര്യം എന്തൊക്കെയായിരുന്നു? സർവൈവലും പ്രോഫിറ്റും ഗ്രോത്തും അല്ലേ പറഞ്ഞു? ഓർഗനൈസേഷൻ നിലനിൽപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ എവിടെ പറഞ്ഞത്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിനകത്ത് പറഞ്ഞത്. സോഷ്യൽ ഒബ്ജക്റ്റീവ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എവിടെ പറഞ്ഞത്? സോഷ്യൽ ഒബ്ജക്റ്റീവിനകത്ത് പറഞ്ഞത്. പേഴ്സണൽ ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ ഏതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്? വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? പേഴ്സണൽ ഒബ്ജക്റ്റീവ്. ഇതാണ് മൂന്നാമത്താണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതുപോലെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റ്യൻ ഇതുപോലെ ചോദിച്ചിട്ട് ഒബ്ജക്റ്റീവ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും കേട്ടോ. നെക്സ്റ്റ് വൺ, ശ്രദ്ധ ലിമിറ്റഡ് എ സ്മോൾ ബിസിനസ് കൺസേൺ വാണ്ട്സ് ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദി സൊസൈറ്റി. ശ്രദ്ധ എന്ന് പറയുന്നൊരു ബിസിനസ് കൺസേൺ സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻ വാട്ട് ഓൾ വേസ് ശ്രദ്ധ ക്യാൻ അച്ചീവ് ദി ഒബ്ജക്റ്റീവ്. ഈ പറയുന്ന ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ശ്രദ്ധയ്ക്ക് ഏത് ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നത്? നീഡ്സ് ഓഫ് ദി സൊസൈറ്റി. നീഡ്സ് ഓഫ് ദി സൊസൈറ്റി ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റീവ്സ് പറയുന്ന പേരെന്തായിരുന്നു? സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുക. ശ്രദ്ധ എന്ന് പറയുന്ന ആൾക്ക് ബിസിനസ് നമ്മുടെ സൊസൈറ്റിയുടെ നീഡ്സ് ആണ് ഫുൾഫിൽ ചെയ്യേണ്ടത്. സൊസൈറ്റിയുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ബിസിനസ് ഏത് ഒബ്ജക്റ്റീവ് ആണ് ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്? സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ് ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നോക്കിയാൽ ഒന്നാമത്തെ പ്രൊവൈഡിങ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണല്ലോ. ആണ്, കറക്റ്റ്. അടുത്ത് പ്രൊവൈഡിങ് ക്വാളിറ്റി ഗുഡ്സ് അറ്റ് റീസണബിൾ പ്രൈസ്. അത് ആർക്ക് വേണ്ടിയുള്ളതാണ്? സൊസൈറ്റിയിലാണ് നമ്മൾ കൺസ്യൂമേഴ്സ് ഉള്ളത്. കൺസ്യൂമേഴ്സിന് റീസണബിൾ പ്രൈസിന് സാധനം കൊടുക്കുന്നത് എന്നാണ്? സോഷ്യൽ ഒബ്ജക്റ്റീവ് ആണ്. മൂന്നാമത്തെ കൺസേർവിങ് എൻവയോൺമെന്റ് ആൻഡ് ഇറ്റ്സ് റിസോഴ്സസ്. സൊസൈറ്റിയിലാണ് നമ്മൾ സൊസൈറ്റിയുടെ ബന്ധപ്പെട്ട കാര്യമാണ് എൻവയോൺമെന്റും അതിന്റെ റിസോഴ്സസും. അതിനെ കൺസേർവ് ചെയ്യുന്നതും ഏതിന്റെ ഒബ്ജക്റ്റീവ്സിനകത്ത് വരുന്ന കാര്യമാണ്? സോഷ്യൽ ഒബ്ജക്റ്റീവിനകത്ത് വരുന്നതാണ്. അടുത്ത് നോക്കി, നെഗ്ലക്റ്റിംഗ് സൊസൈറ്റൽ നീഡ്സ്. നെഗ്ലക്റ്റിംഗ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അവഗണിക്കുന്നു എന്ന വാക്കിനർത്ഥം. അപ്പൊ ഈ ഓപ്ഷൻ എന്തായാലും വരത്തില്ല. സൊസൈറ്റിയുടെ ആവശ്യങ്ങളെ അവഗണിക്കുക എന്നൊരു ഒബ്ജക്റ്റീവ് നമുക്കില്ലല്ലോ. അപ്പം നമുക്ക് ഈ 3 കാര്യങ്ങൾ വരും. അപ്പൊ അത് 3ആയിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ് നമുക്ക് നോക്കണം.
ആദ്യമേ തന്നെ കിടപ്പുണ്ട്. എന്താണ്? A, B ആൻഡ് C only. ഇതാണ് എന്തെന്ന് പറയുന്നത്, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ലെവലിലൊക്കെ നിങ്ങൾക്ക് എന്ത് വരാം, ആപ്ലിക്കേഷൻ ലെവലിൽ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് എന്താണ് ആ ക്വസ്റ്റ്യനിലൂടെ അവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ആൻസർ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മാനേജ്മെൻറ്റ് ഈസ് ഒന്നാമത്തെ ഓപ്ഷൻ സയൻസ് ആണ്, രണ്ടാമത്തെ ആർട്ടാണ്. ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്, നെയ്തർ സയൻസ് നോർ ആൻ ആർട്ട്. അപ്പോൾ എന്തായിരിക്കും, നമ്മൾ പറഞ്ഞായിരുന്നു മാനേജ്മെൻറ്റ് 3 സ്വഭാവമുണ്ട്. എന്തൊക്കെയാണ്? സയൻസുമാണ്, ആർട്ടുമാണ്, പ്രൊഫഷനുമാണ്. ഇല്ലേ? 3 നേച്ചർ നമ്മൾ പറഞ്ഞ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് പ്രൊഫഷനെ പറ്റി ചോദിച്ചിട്ടില്ല. അവർ ചോദിച്ചിരിക്കുന്നത് സയൻസ് മാത്രമാണോ? അതാണ് സയൻസ് എന്ന് മാത്രം ചോദിച്ചിരിക്കുന്നത്. സയൻസ് മാത്രമല്ല. അതിന് ആർട്ട് മാത്രമാണോ? അല്ല. ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ സയൻസുമാണ് ആർട്ടുമാണ്. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം സയൻസ് എന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ നമുക്ക് നെയ്തർ സയൻസ് നോർ ആർട്ട്, ഇങ്ങനെ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ ഏത് ഐഡന്റിഫൈ ചെയ്യാം, സയൻസ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടെങ്കിൽ, ബോത്ത് സയൻസ് ആൻഡ് ആർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ആൻസർ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് സയൻസുമാണ് ആർട്ടുമാണ്, പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടോ എന്ന് നോക്കുക. ബോത്ത് സയൻസ് ആൻഡ് ആർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതാണ് ആൻസർ ചെയ്യേണ്ടത്? ബോത്ത് സയൻസ് ആൻഡ് ആർട്ട് എന്ന് പറയുന്ന ആൻസർ വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. നെക്സ്റ്റ് വൺ, വൈൽ കൺസിഡറിങ് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫീച്ചർ ഇസ് നോട്ട് ട്രൂ അബൌട്ട് ദി നേച്ചർ. മാനേജ്മെന്റ് എന്തായിട്ട് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? പ്രൊഫഷൻ. മാനേജ്മെന്റ് നേച്ചർ ആണ് എന്ത്? മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. അപ്പൊ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതാണ് സത്യമല്ലാത്തത്? പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക. പ്രൊഫഷൻ എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടായിരുന്നല്ലോ, ഉണ്ട്. പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ടല്ലോ, ഉണ്ട്. എക്സ്പെരിമെന്റേഷൻ ആൻഡ് ഒബ്സർവേഷൻ അതുണ്ടായിരുന്നോ പ്രൊഫഷന്? ഇല്ല. ഇത് ഏതിന് വരുന്ന കാര്യമായിരുന്നു? ഇത് സയൻസിന് വരുന്ന കാര്യമായിരുന്നു, ഇല്ലേ? സയൻസ് ആണ്, സയൻസിലെ തിയറീസ് ആണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തും ഒബ്സർവേഷൻ വഴി നമ്മൾ ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഏതിൻ്റെ അല്ല? പ്രൊഫഷൻ്റെ അല്ല. റെസ്ട്രിക്റ്റഡ് എൻട്രി ഏതിൻ്റെയാണ്? പ്രൊഫഷൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നോട്ട് ട്രൂ അബൌട്ട് ദി നേച്ചർ, ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഈ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. നോട്ട് ട്രൂ, ഇതിനകത്ത് സത്യമല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? എക്സ്പെരിമെന്റേഷൻ ആൻഡ് ഒബ്സർവേഷൻ ആണ്. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷനാണ്. നെക്സ്റ്റ് വൺ, ദ ലെവൽ ഓഫ് മാനേജ്മെന്റ് വിച്ച് ഫ്രെയിംസ് പോളിസി ആൻഡ് പ്ലാൻസ് ഓഫ് ദി ബിസിനസ്. എല്ലാം ശ്രദ്ധിച്ച് നോക്കണം. വിച്ച് ഫ്രെയിംസ് പോളിസി ആൻഡ് പ്ലാൻ. നമ്മുടെ ഓർഗനൈസേഷന്റെ പോളിസീസും പ്ലാൻസും ഫ്രെയിം ചെയ്ത് വെക്കുന്നത്, ഉണ്ടാക്കുന്നത് ആരാണ്? ഉണ്ടാക്കുന്നത് ആരായിരിക്കും? ടോപ്പ് ലെവലാണോ, മിഡിൽ ലെവലാണോ, ലോ ലെവലാണോ? ഇവരാരും അല്ലയോ? ആരായിരിക്കും? ടോപ്പ് ലെവൽ. എപ്പോഴും പ്ലാൻസും പോളിസീസും ഡെവലപ്പ് ചെയ്യുക അല്ലെ ഫ്രെയിം ചെയ്യുന്നത് ആരായിരിക്കും? ടോപ്പ് ലെവൽ ആയിരിക്കും. അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഇനി ഇന്റർപ്രറ്റ് ചെയ്യുക എന്നൊരു ഓപ്ഷൻ ആണെങ്കിൽ അത് ആരായിരിക്കും? മിഡിൽ ലെവലായിരിക്കും കേട്ടോ. അപ്പോൾ പോളിസീസും പ്ലാൻസും ഒക്കെ ഫ്രെയിം ചെയ്യുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. അതേസമയം ഇന്റർപ്രറ്റ് ചെയ്യുക എന്നൊരു ഓപ്ഷനാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ അത് ആരായിരുന്നു? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ് കേട്ടോ. അപ്പോൾ ഓരോ ലെവൽസ് ഓഫ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് എന്ത് ചെയ്ത് വെക്കണം? നമ്മൾ മനസ്സിലാക്കി വെക്കണം. എങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ആണ് നോക്കിയേ, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഇൻക്ലൂഡ്സ്. മിഡിൽ ലെവൽ മാനേജ്മെന്റിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? വൈസ് പ്രസിഡന്റ്, പർച്ചേസ് മാനേജർ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, CEO. അപ്പം നമുക്കറിയാം നമുക്ക് 3 ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഉള്ള ഏതൊക്കെയാണ്? ടോപ്പ്, മിഡില്, ലോവർ. ടോപ്പിനകത്താണ് ആരൊക്കെ വരുന്നത്? CEO, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്. അതായത് തലപ്പത്തുള്ളവരെല്ലാം വരുന്നത് എവിടെയാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റിലാണ് വരുന്നത്. അപ്പോൾ വൈസ് പ്രസിഡന്റ് ഏത് ലെവൽ മാനേജ്മെന്റ് പോകുന്ന ആളാ? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് പോകുന്ന ആളാ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എവിടെ പോകുന്ന ആളാ? ടോപ്പ് മാനേജ്മെന്റ് പോകുന്ന ആളാ. CEO എവിടെ പോകുന്ന ആളാ? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് പോകുന്ന ആളാ. മിഡിൽ ലെവൽ മാനേജ്മെന്റിലാണ് ആര് വരുന്നത്? ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് വരുന്നത്. അപ്പോൾ പർച്ചേസ് മാനേജർ എന്താണ്? പർച്ചേസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. അപ്പോൾ പർച്ചേസ് മാനേജർ എവിടെ വരുന്ന ആളാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റ് വരുന്ന ആളാണ്. അപ്പോൾ ഇതിനകത്ത് B എന്ന് പറയുന്ന ആൾ മാത്രമേ ഇവിടെ B എന്ന് പറഞ്ഞ ഓപ്ഷനിലുള്ള പർച്ചേസ് മാനേജർ മാത്രമേ എവിടെ വരത്തുള്ളൂ? ഈ പറഞ്ഞ മിഡിൽ ലെവൽ മാനേജ്മെന്റ് വരത്തുള്ളൂ. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കണം. ഉണ്ടല്ലോ, B ഉള്ളി. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ലെവൽ മാനേജ്മെന്റിൽ വരുന്ന ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാനും ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനും ഇടയ്ക്ക് ചോദിക്കും കേട്ടോ. അതുകൊണ്ട് അതുകൂടെ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കണം, നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ലോവർ ലെവൽ മാനേജ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? ഈ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഇന്ന് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം? ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇനി ലോവർ ലെവൽ മാനേജ്മെന്റിനെ പറ്റി പറയുന്നതിൽ ഏതൊക്കെയാണ് ട്രൂ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഇറ്റ് ഇൻക്ലൂഡ് ഫോർമാൻ, സൂപ്പർവൈസേഴ്സ് ആൻഡ് വർക്കേഴ്സ്. ലോവർ ലെവൽ മാനേജ്മെന്റിലാണല്ലോ ഇവരെല്ലാം ഉള്ളത്. അപ്പോൾ അതെന്താണ്, നമുക്ക് ട്രൂ ആണ്. രണ്ടാമത്തെ, റിപ്പോർട്ടിംഗ് ടു ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ലോവർ ലെവൽ മാനേജ്മെന്റ് ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? അവർക്ക് തൊട്ട് മേളിലുള്ള ആൾ ആരാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. അപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആർക്കാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. അപ്പം അത് അവിടെ നിൽക്കട്ടെ, അതല്ല. അടുത്ത, ഡിറ്റർമൈൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അല്ലെ ആരുടെ ഫംഗ്ഷനാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇതും എന്തായാലും അല്ല. ഇനി എന്താണ്? നൺ ഓഫ് ദി അബോവ്, അതും എന്തായാലും അല്ല. അപ്പോൾ ഇതിനകത്ത് ഇത് കറക്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഫോർമാൻ, സൂപ്പർവൈസേഴ്സ് ആൻഡ് വർക്കേഴ്സ്. അപ്പോൾ നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് പഠിക്കുമ്പോൾ ആരൊക്കെ അതിനകത്തുണ്ടെന്ന് പഠിക്കണം. ഓരോ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് നമ്മൾ എന്ത് ചെയ്ത് വെക്കണം? നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ്, ഇതും നമ്മുടെ ലെവൽസ് ഓഫ് മാനേജ്മെന്റിൽ തന്നെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു സൈഡിൽ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്, മറ്റിടത്ത് അവരുടെ എന്തുണ്ട്? ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്? ഇത് മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റിനകത്ത് ഇതിനകത്ത് പറ്റുന്ന ഏതാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഏതാണ്? ലോവർ ലെവൽ മാനേജ്മെന്റ് ഏതാണ്? അപ്പോൾ നോക്കിയേ, പ്ലാനിങ് ഡേ ടു ഡേ വർക്ക്. ഡേ ടു ഡേ വർക്ക് പ്ലാൻ ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണോ? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണോ? അല്ല. അതാരായിരിക്കും? ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഡേ ടു ഡേ വർക്ക്സ് പ്ലാൻ ചെയ്യുന്നത്. ഇനി ഇന്റർപ്രറ്റ് ആൻഡ് ഇംപ്ലിമെന്റ് പോളിസി. നമ്മൾ നേരത്തെ പറഞ്ഞു പോളിസീസ് ഒക്കെ ഫ്രെയിം ചെയ്യുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്, പക്ഷെ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആരാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ സെയിം ഇത് തന്നെയാണ്. മൂന്നാമത്തെ എന്താണ്? അപ്പോയിന്റ് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്. ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് കേട്ടോ. ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് വരുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റിലാണ്, പക്ഷെ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. അതായത് എക്ക് നേരെ 3 വരും. അപ്പോൾ എക്ക് നേരെ 3 വരുന്ന 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഇതിലേക്ക് ചുരുങ്ങി. എക്ക് നേരെ 3 വരുന്ന ഒരെണ്ണമുണ്ട്, ബിക്ക് നേരെ ബി, ബിക്ക് നേരെ ബി. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. സിക്ക് നേരെ 1. അപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്ത് വെക്കണം? മനസ്സിലാക്കി വെക്കണം കേട്ടോ. നെക്സ്റ്റ് ഒന്ന് നോക്കിയേ, ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും നിങ്ങൾ പ്രതീക്ഷിക്കണം കേട്ടോ. നമ്മുടെ ഫംഗ്ഷൻസ് വന്നിട്ട് കറക്റ്റ് ഓർഡറിൽ എഴുതാനായിട്ട് പറയും. നോക്കിയേ, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, സ്റ്റാഫിംഗ്, കൺട്രോളിങ്. ഇത് കറക്റ്റ് ആണോ? അല്ല. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ് ഇതെന്താണ്? കറക്റ്റ് ആണ്. ഓർഗനൈസിങ് ആദ്യമേ വരുവാണെങ്കിൽ അതെന്താണ്? തെറ്റാണ്. എപ്പോഴും ആദ്യത്തെ ഫംഗ്ഷൻ എന്താണ്? പ്ലാനിങ് ആണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, ഡയറക്ടിങ്, സ്റ്റാഫിംഗ് ഇതും തെറ്റാണ്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ഓർഡർ ഏതാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ്. ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എപ്പോഴും എങ്ങനെ തന്നെ പഠിക്കണം? ഇതേ ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കിയേ, വിച്ച് മാനേജ്മെന്റ് ഫംഗ്ഷൻ പെർട്ടൈൻസ് ടു റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് പേഴ്സണൽ. നമ്മൾ ആൾക്കാരെ ജോലിക്ക് എടുക്കുന്നതും അവരെ ട്രെയിൻ ചെയ്യിക്കുന്നതും ഒക്കെ ഏത് ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ടതാണ്? പ്ലാനിങ്ങിലാണോ? പ്ലാനിങ് നമ്മൾ എന്താ ചെയ്യുന്നത്? ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ചിന്തിച്ച് വെക്കുന്നതാണ് എന്ത്? പ്ലാനിങ്. അപ്പോൾ പ്ലാനിങ്ങിലല്ല ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓർഗനൈസിങ്ങിലാണോ? ഓർഗനൈസിങ് നമ്മൾ അവൈലബിൾ റിസോഴ്സ് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നിച്ച് കൊണ്ടുവരുന്നു. എന്നിട്ട് ജോബ് പൊസിഷൻസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. പക്ഷെ അവിടെ ആളെ എടുക്കുന്നത് എവിടെയല്ല? ഓർഗനൈസിങ്ങിലല്ല. സ്റ്റാഫിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൾക്കാരെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. ഡയറക്റ്റിംഗ് എന്താ സംഭവിക്കുന്നത്? അപ്പോയിന്റ് ചെയ്തവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? സ്റ്റാഫിംഗ് ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. അങ്ങനെ ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് ഫംഗ്ഷന്റെ ഏതെങ്കിലും ഒരു ഡ്യൂട്ടി തരും, എന്നിട്ട് അത് ഏത് മാനേജർ ഫംഗ്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് എന്താണ്? ദ എസൻസ് ഓഫ് മാനേജ്മെന്റ്. നമ്മളിപ്പോൾ അവസാനം പഠിച്ച കാര്യമാണ്. മാനേജ്മെന്റ് എസൻസ് എന്ന് പറയുന്നത് എന്താണ്? കോർഡിനേഷൻ കേട്ടോ. നമ്മൾ പ്ലാനിങ് മറ്റൊരു ഓർഗനൈസേഷണൽ മാനേജറൽ ഫംഗ്ഷൻസും അല്ല. മാനേജ്മെന്റ് ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്? കോർഡിനേഷൻ ആണ് കേട്ടോ. അത് മറന്നുപോലെ അതിനൊരു ക്വസ്റ്റ്യൻ സ്ഥിരം വരുന്നത് കേട്ടോ. ഇനി ലാസ്റ്റ് ആണ് നോക്കിയേ, പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, കോർഡിനേഷൻ. ഇതിന് പറ്റുന്ന ഏതാണ് ഇപ്പുറത്തുള്ളത് നമ്മൾ നോക്കി മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, അറേഞ്ച്മെന്റ് ഓഫ് റിസോഴ്സസ്, ബൈൻഡ് ഓൾ അതർ മാനേജറിയൽ ഫംഗ്ഷൻസ്, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, മെഷറിങ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. ഇതിൽ പ്ലാനിങ് എന്തായിരിക്കും? നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തീരുമാനിച്ച് വെക്കുന്ന കാര്യമായിരിക്കും ഇല്ലേ? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. ഓർഗനൈസിങ് എന്താണ് നമ്മൾ പറഞ്ഞത്? ഏതൊക്കെ റിസോഴ്സസ് ഉണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർഗനൈസിങ് എന്ന് പറയുന്നത്. കൺട്രോളിങ് നമ്മൾ നടക്കുന്ന കാര്യം എന്തായിരുന്നു? നമ്മുടെ ആക്ച്വലും നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നോക്കുന്നു. ലാസ്റ്റ് വൺ കോർഡിനേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? മറ്റ് മാനേജർ ഫംഗ്ഷൻ എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവന്നത് ബൈൻഡ് ചെയ്യുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഈ പറയുന്ന കോർഡിനേഷൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നോക്കി അതിന് പറ്റിയ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കി. എക്ക് നേരെ 3, എക്ക് നേരെ 3 ഇവിടെ 2 എണ്ണം വരുന്നുണ്ട്. പിന്നെ ബിക്ക് നേരെ 1, ബിക്ക് നേരെ 1. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. സിക്ക് നേരെ
4 ആൻഡ് ഡിക്ക് നേരെ 2. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ലെവൽസ് ഓഫ് മാനേജ്മെന്റും ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റും കുറച്ചും കൂടി ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതായത് ജസ്റ്റ് മീനിങ് തന്നിട്ട് മാച്ച് ചെയ്യാനോ, അല്ലെ റെസ്പോൺസിബിലിറ്റീസ് തന്നിട്ട് മാച്ച് ചെയ്യാനോ, അല്ലെ ആരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അത് മാച്ച് ചെയ്യാനോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രധാനമായിട്ടും വരുന്നത്. ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രതീക്ഷിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഏത് ഫീച്ചറാണ് ഇതിനകത്തൂടെ പറയുന്നത്, അല്ലെ ഏത് ഒബ്ജക്റ്റീവാണ് ഇതിനകത്തൂടെ നമ്മൾ കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ മൊത്തം പഠിച്ച പാഠത്തിനകത്ത് മാനേജ്മെന്റ് എന്താണ്, അതിൻ്റെ മീനിങ്, ഫീച്ചേഴ്സ്, നേച്ചർ എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെവൽസ് ഓഫ് മാനേജ്മെന്റും ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനകത്ത് നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. മിക്കവാറും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ ഓപ്ഷൻസ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തരുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സിറ്റുവേഷൻസ് അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെല്ലാം നമ്മുടെ ആദ്യത്തെ കാറ്റഗറിക്കകത്ത്, അല്ലെ ആദ്യത്തെ ബേസിക്സിനകത്തൊന്നായിരിക്കും അങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ഈ ഒരു ക്ലാസ് നോക്കുക. അതുപോലെ എന്തെങ്കിലും നമുക്ക് ഇതിനകത്തുനിന്ന് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ പറഞ്ഞാൽ മതി കേട്ടോ. താങ്ക്